ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പൊ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം ഗൈസ്. അപ്പൊ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താണ്? അവർ സ്റ്റോറി. യെസ്, കവർ സ്റ്റോറി എന്നൊക്കെ പറയണ പോലെ നമ്മുടെ സ്റ്റോറി പറയാൻ വേണ്ടിയിട്ട് പോവാണ്. ഞാൻ ഓൾറെഡി നമ്മുടെ ലാസ്റ്റത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇറ്റ്സ് എ ബിഗ് സ്റ്റോറി എന്ന് പുള്ളിക്കാരൻ പറഞ്ഞിട്ടൊക്കെ ഉണ്ടായിരുന്നു. സോ അത് നമ്മുടെ സ്റ്റോറി വീഡിയോയിൽ ചെയ്യാമെന്ന് പറഞ്ഞിരിക്കുകയായിരുന്നു. അതിന് മുന്നെയാണ് ഗൈസ്, അതായത് സത്യം പറഞ്ഞാൽ ഞാൻ ഇത്രയും വലിയൊരു സ്റ്റാർ ആണെന്ന് ഞങ്ങൾ വിചാരിച്ചില്ല. ബിക്കോസ് ഞാൻ ഇങ്ങനെ കണ്ടിട്ടുണ്ട് ലൈക്ക് ഓൺലൈൻ മീഡിയാസിലൊക്കെ, ഇന്ന നടി വെള്ളം കുടിച്ചപ്പോൾ നാക്കിൻ്റെ കളർ കണ്ടാൽ നിങ്ങൾ ഞെട്ടും, ഇന്ന നടൻ നടന്നു പോയപ്പോൾ കയ്യിലെ നഖത്തിൻ്റെ കളർ കണ്ടാൽ നിങ്ങൾ ഞെട്ടും എന്നൊക്കെ പറഞ്ഞ് കുറേ സാധനങ്ങൾ ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ ഞങ്ങൾ ഇതുപോലെ വന്നപ്പോൾ സീരിയസ്ലി ഒരു പ്രൊമോഷന്റെ ആവശ്യം പോലും വന്നിട്ടില്ല വൈറലാൻ വേണ്ടിട്ട്. കാരണം ഞാൻ വീട്ടിൽ പോയപ്പം അമ്മ എൻ്റെ അടുത്ത് പറഞ്ഞു, എടാ യൂട്യൂബ് തുറന്നാൽ നീ ആണല്ലോ ഫുള്ള്. അവർ ഒരു പ്രൊമോഷന്റെ ആവശ്യം പോലും വന്നിട്ടില്ല, അത്രയ്ക്ക് വൈറലാണ് ഇപ്പൊ നമ്മള്. അത് മാത്രല്ല പുള്ളിക്കാരൻ സിനിമയിൽ ആഗ്രഹിക്കണമെന്ന് ശരിയാണ്, മാറിപ്പോയി, സിനിമയിൽ അഭിനയിക്കണമെന്ന് ആഗ്രഹിച്ച ഒരാളാണ്. അപ്പൊ ഇങ്ങനെയൊക്കെ ഫേമസ് ആവുമെന്ന് വിചാരിച്ചില്ല. ഓക്കെ, ഇപ്പൊ എന്നെ കല്യാണം കഴിക്കപ്പെടേണ്ട പ്രശ്നങ്ങൾ മനസ്സിലായല്ലോ. സത്യം. ഓക്കെ, സോ അപ്പോൾ നമ്മുടെ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് നിങ്ങളടുത്ത് കുറച്ച് കാര്യങ്ങൾ ക്ലിയർ ചെയ്യാനുണ്ട്. അത് ഞാൻ ക്ലിയർ ചെയ്ത് എൻ്റെ ഭാഗത്തു നിന്നുള്ള കാര്യങ്ങൾ ക്ലിയർ ചെയ്ത് പോവാം. ഇപ്പം ബേസിക്കലി ഞാൻ കല്യാണം കഴിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ കല്യാണം കഴിക്കാൻ പോകുന്ന ആളൊരു ഹേർട്ട് ബ്രേക്ക് എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു മുറിവ്, ഉള്ളിലൊരു മുറിവ്, അത് എന്തു ആവാം, ഡിവോഴ്സ് ആവാം, ബ്രേക്കപ്പ് ആവാം, വാട്ട് എവർ ഇറ്റ് ഈസ്, അതുണ്ടായിട്ടുള്ള ഒരാളാണ്. സോ എനിക്കും ഞാൻ അതിൽ കൂടെ കടന്നു പോകേണ്ട എനിക്ക് മനസ്സിലായി, ഞങ്ങൾ ഒരുമിച്ച് നിൽക്കാൻ പോകണമെന്നൊക്കെ ഞാൻ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മുടെ വീഡിയോ ഇട്ടപ്പോഴത്തേക്കും ആരൊക്കെയോ പറഞ്ഞു കല്യാണം കഴിഞ്ഞു, ഒരു ലൈക്ക് വൈഫും കുഞ്ഞുള്ള ഒരാളല്ലേ, അങ്ങനെ ചെയ്യാമോ, ഗംഗ അവരുടെ ഇടയിൽ പ്രശ്നം ഉണ്ടാക്കിയതാണ്, ഞാൻ ഇങ്ങനെ പല ഇതുണ്ടായതുകൊണ്ട് ഗംഗ അതിലൊരു പ്രശ്നം ഉണ്ടാവട്ടെ എന്ന്. സോ ഞാൻ ആദ്യമേ പറയാം, നമ്മുടെ ചാനലിൽ ഇന്നേ വരെ നിങ്ങൾ ഒരാളുടെ പേഴ്സണൽ കാര്യംസും പേഴ്സണൽ പ്രോബ്ലംസും ഞാൻ എടുത്തു വെച്ച് വീഡിയോ ഉണ്ടാക്കിയിട്ടില്ല. നിങ്ങൾ കാണാൻ കുറേ ഗെറ്റ് റെഡി, ആ സിനിമ കാണാൻ ഗെറ്റ് റെഡി, റേഷൻ കടയിൽ പോകാൻ ഗെറ്റ് റെഡി, അക്ഷയ പോകാൻ ഗെറ്റ് റെഡി, അങ്ങനത്തെ കോണ്ടന്റ്, വീഡിയോ, പ്രാങ്ക്, ബർത്ത്ഡേ, അങ്ങനത്തെ കുറേ കാര്യങ്ങളാണ് നിങ്ങൾ കാണുന്നത്. അല്ലാതെ ഇന്നേ വരെ എൻ്റെ ലൈഫിൽ ദ്രോഹിച്ചിട്ടുള്ള ഒരുപാട് ആൾക്കാരുണ്ട്. എന്നെ പൈസ പറ്റിച്ചു പോയി, ഇപ്പോഴും എൻ്റെ പൈസയിൽ സ്റ്റിൽ ദേ ആർ ജീവിക്കുന്നു എന്നുള്ള കുറേ ആൾക്കാരുണ്ട് ലൈക്ക് എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. എന്നെ പറ്റിച്ച ആൾക്കാരുണ്ട്, എന്നെ ചതിച്ച ആൾക്കാരുണ്ട്, അങ്ങനെ ഒരുപാട് ആൾക്കാർ എൻ്റെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ട്. സോ എനിക്ക് വേണമെങ്കിൽ അവരെയൊക്കെ എടുത്തു വെച്ചിട്ട് ഗൈസ് ഇന്നാള് ഇന്നത് ചെയ്തു, ഇന്നാൾ എന്നെ പറ്റിച്ചു, അങ്ങനെയൊക്കെ പറഞ്ഞ് എനിക്ക് ചെയ്യാമായിരുന്നു. അത് ഞാൻ ചെയ്യാത്തതെന്ന് പറയുന്നത്, ഒരു മനുഷ്യനെയും സോഷ്യൽ മീഡിയ വഴിയല്ല ഞാൻ ഒരു പ്രശ്നം തീർക്കാനുള്ളത്. എന്തെങ്കിലും പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിൽ അത് പേഴ്സണലി പറഞ്ഞു തീർക്കുക. അല്ലെങ്കിൽ ഇപ്പം പറഞ്ഞു തീർക്കാൻ പറ്റാത്തൊരു ഇഷ്യൂ ആണ്. ഇപ്പം ഞാൻ പറയുന്നത്, എനിക്ക് നീ കാണിച്ചതോ നിൻ്റെ വീട്ടുകാർ കാണിച്ചോ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല, എനിക്ക് നിങ്ങളുടെ ക്യാരക്ടറില്ല, എന്നെ ഇൻസൾട്ട് ചെയ്ത് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. സോ ഞാൻ പിന്നെ അവരുമായിട്ട് ഒരു കോണ്ടാക്റ്റും വയ്ക്കില്ല. അതായത് എനിക്ക് അറിയത്ത് പോലും ഇല്ലാത്ത ആൾക്കാരായിട്ട് ഞാൻ അങ്ങനെ പോയാണ് ഞാൻ പിന്നെ ലൈക്ക് ബിഹേവ് ചെയ്യുന്നത്. സോ അതുകൊണ്ട് ഞാൻ ഒരിക്കലും ഒരാളുടെ പേഴ്സണൽ കാര്യങ്ങൾ വലിച്ചിടാറില്ല. കാരണം അത് നമ്മൾ ഒരാളുടെ പ്രൈവസിയിൽ അവർക്ക് കൊടുക്കുന്ന റെസ്പെക്റ്റാണ്. നമ്മൾ തന്നെ സോഷ്യൽ മീഡിയ കണ്ടിട്ടുണ്ട് പ്രൈവസിയിൽ ഇടപെട്ട ആൾക്കാർ ആത്മഹത്യ ചെയ്യുന്നതും ഒക്കെ. ഇപ്പോൾ ഒരു പ്രശ്നം നമ്മൾ സോഷ്യൽ മീഡിയ കൂടെ അല്ല സോൾവ് ചെയ്യാനുള്ളത്, ഞാൻ വിശ്വസിക്കുന്നതാണ്. അത് ഞാൻ വിശ്വസിക്കുന്ന കാര്യമാണ്, എല്ലാവരും അങ്ങനെ വിശ്വസിക്കണമെന്നില്ല. പുള്ളിക്കാരൻ്റെ പേഴ്സണൽ ലൈഫ്, എന്തുകൊണ്ട് പാസ്റ്റ് ലൈഫ് ഞാൻ ഈ പുള്ളിക്കാരൻ്റെ അടുത്താണ്, ഹായ് ഗൈസ് ദിസ് ഈസ് വിഷ്ണു, ഞാൻ കല്യാണം കഴിക്കാൻ പോകുന്നു, പുള്ളി മുമ്പ് മാരീഡ് ആയിരുന്നു, ഇപ്പം ഡിവോഴ്സ് അവളെ കാര്യം ഇതാണ് എന്ന് പറഞ്ഞുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ പുള്ളിക്കാരൻ്റെ ലൈഫിൽ റിയാക്ഷൻ ചെയ്യണ ഒരാളും അല്ല, ഞാൻ പുള്ളിക്കാരൻ്റെ ലൈഫിൽ ഡിക്റ്റേറ്റീവ് അല്ല. നമ്മൾ ഒരുമിച്ച് ജീവിക്കുന്നത് പരസ്പരം മനസ്സിലാക്കി ഒരുമിച്ച് അങ്ങോട്ട് സന്തോഷത്തോടെ ജീവിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ഒരു തീരുമാനം എടുത്തത്. അല്ലാതെ ഇയാളുടെ മുറിവിൽ ആസിഡ് കോരി കഴിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല, ആ മുറിവുകളിൽ മരുന്നാവാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. സോ അതെനിക്ക് പറയണമെന്നുണ്ടായിരുന്നു. ആൻഡ് ഇതെന്തുകൊണ്ട് പറയാത്തതെന്ന് വെച്ചാൽ, പാസ്റ്റിലെ കാര്യം എടുത്തിടേണ്ട ആവശ്യമില്ല. പാസ്റ്റ് ജീവിക്കുന്ന ആൾക്കാരുണ്ടായിരിക്കും, അവർ ജീവിച്ചോട്ടെ. ഞാൻ അങ്ങനെയല്ല, ഞാൻ ലിവ് ദ മൊമെന്റ്സ് ആണ്, കഴിഞ്ഞത് കഴിഞ്ഞു, ഇപ്പം ജീവിക്കുക എന്നാണ്. കാരണം ഞാൻ വിശ്വസിക്കുന്നത് നമ്മുടെ ഭൂമിയിലല്ലേ, നമ്മുടെ ഭൂമിയിൽ നമുക്ക് കുറച്ച് സമയം തന്നിട്ടുള്ളൂ ആണ്. നമ്മൾ എത്രത്തോളം മനോഹരമാക്കാൻ പറ്റും അത്രയും മനോഹരമാക്കണം. ഞാൻ ആരുടെയൊക്കെ ജീവിതം നശിപ്പിച്ചു എന്നുള്ള കമന്റ് ഞാൻ കണ്ടു. ഞാൻ ഒരു കാര്യം ഞാൻ പറയാം, ഫസ്റ്റ് ഓഫ് ഓൾ എൻ്റെ ഫാമിലി, എൻ്റെ ഗ്ലാമികങ്ങ എന്ന് പറഞ്ഞ ഫാമിലി എന്ന് പറഞ്ഞാൽ, ഞാൻ സത്യം പറയാം, എൻ്റെ
ഭയങ്കര ക്വാളിറ്റി ഉള്ള സബ്ബാണ് എൻ്റെ സബ് എന്ന് പറഞ്ഞാൽ എൻ്റെ ഫാമിലി മെമ്പേഴ്സ്. കാരണം അവരുടെ കമൻറ്റ് വളരെ അവരുടെ തന്നെ ഒറിജിനൽ അക്കൗണ്ടിൽ നിന്ന് അവരുടെ തന്നെ ഒറിജിനൽ ആയിട്ടുള്ള രീതിക്കായിട്ടുള്ള അക്കൗണ്ട്, ലൈക്ക് വിമർശനമാണെങ്കിൽ വിമർശനം, അല്ലെങ്കിൽ ഒരു ഒപ്പീനിയൻ ആണെങ്കിൽ ഒപ്പീനിയൻ. സീരിയസ്ലി ഗൈസ്, ഐ ലവ് യു. നിങ്ങൾ എനിക്ക് എങ്ങനെ പറയണമെന്ന് അറിഞ്ഞൂടാ. നിങ്ങൾ അത് സത്യമാണ്. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അറിയാന്നുള്ള ആൾക്കാർ എപ്പോഴും നമ്മളെ കൂടെ നിന്നിട്ടേ ഉള്ളൂ. കാരണം വാലുന്തും എവിടെന്നെങ്കിലും ഒരു വാലുന്തുമ്പും കേട്ടോണ്ട് വന്നിട്ട് ആവശ്യമില്ലാത്ത കാര്യങ്ങളാണ് പറഞ്ഞുകൊണ്ടാകണം. സത്യം അല്ലേ? അതായത് ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. എൻ്റെ കാല് തട്ടി ബ്ലീഡിങ് ആയിട്ട് ഞാൻ ഹോസ്പിറ്റലിൽ പോയ സമയത്ത് ഡോക്ടർ പറഞ്ഞു, അയ്യോ ഇത് കുടലിനാണ് പ്രശ്നം, നമുക്ക് എന്തായാലും കുടൽ മാറ്റി വയ്ക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ ഉടനെ എൻ്റെ വീട്ടുകാരെല്ലാം കൂടെ പോയി ഒരു ഹൃദയ അന്വേഷണം തന്നു എനിക്ക് ട്രാൻസ്പ്ലാന്റ് ചെയ്യും. ഇതാണ് ഇപ്പം ഞങ്ങൾ ലൈഫ് ഇറങ്ങുന്നത്. കാരണം കാല് തട്ടിയെങ്കിൽ കാലിനെ കുറിച്ച് സംസാരിക്കാം. കാരണം ഈ കാര്യം പറഞ്ഞപ്പോൾ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിലായ? ഇല്ല. ഇതുപോലെയാണ് ഇപ്പൊ പുറത്ത് നടക്കുന്നത്. അപ്പം ഞങ്ങൾ എന്തുവാണ് ഇത്, എന്തിനാ ജിത്തു ജോസഫിനെ വെല്ലുന്നവരെ സ്ക്രിപ്റ്റ് റൈറ്റേഴ്സ് ഉണ്ടാ ഞാൻ ഇപ്പോഴാണെന്ന്. സത്യം, ടിസ്റ്റുള്ള സ്റ്റോറികൾ. സത്യം. ഓക്കെ, അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എൻ്റെ ഫാമിലി മെമ്പേഴ്സ് എന്ന് പറയുമ്പോഴത്തേക്ക് അവർക്കറിയാം, അവർ ഭയങ്കര ക്വാളിറ്റി ഉള്ള ആൾക്കാരാണ്. സീരിയസ്ലി ഐ പ്രൗഡ് ഓഫ് യു ഗൈസ്. എനിക്കെന്ന് വെച്ചാൽ അഭിമാനമാണ് എൻ്റെ ഫാമിലിയെ കുറിച്ച് ആലോചിക്കുമ്പോൾ. ചക്കര ഉമ്മകൾ, ബിക്കോസ് നിങ്ങൾ ഭയങ്കര എൻ്റെ എന്താ പറയാ, എൻ്റെ എന്തിനു പറയുമ്പോൾ എൻ്റെ സ്വത്ത്, എൻ്റെ സ്വത്തുക്കളാണ്. ഞാൻ ഇത്രയും കാലം നമ്മൾ ഉണ്ടാക്കിയ ഫാമിലി മെമ്പേഴ്സ് എന്ന് പറയുന്നത് അത് വേർത്തായിട്ടുള്ളതാണ്. പിന്നെ ദയവ് ചെയ്ത് നിങ്ങൾ ഫേക്ക് അക്കൗണ്ടിൽ നിന്ന് 5 മിനിറ്റ് മുമ്പ് ഉണ്ടാക്കണ അക്കൗണ്ട്, സത്യം 30 മിനിറ്റിന് മുന്നേ ഒക്കെ ഉണ്ടാക്കിയ അക്കൗണ്ടിൽ നിന്ന് വരെ കമന്റുകൾ. അപ്പം ഞാൻ ഒരു കാര്യം പറയട്ടെ, നിങ്ങൾ അങ്ങനെ ചെയ്യണ്ട. എനിക്ക് ഈ അക്കൗണ്ട് ഇടുന്ന ആരാന്നൊക്കെ അറിയാം, എനിക്കറിയാം. ഫേക്ക് അക്കൗണ്ടിൽ നിന്ന് വേണ്ട, നിങ്ങൾ റിയൽ ആയിട്ടുള്ള അക്കൗണ്ടിൽ നിന്ന് നിങ്ങളുടെ നിലപാടുകൾ വ്യക്തമാക്കുക. കാരണം എനിക്ക് അതാണ് ഗൈസ് ഇഷ്ടം. അതായത് അതായത് ഭയങ്കര ഇതാണ്. അതായത് നിലപാടുകൾ സ്ട്രോങ് ആയിട്ടുള്ള ആൾക്കാരെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ടാണ് എനിക്ക് അപ്പുനെ ഭയങ്കര ഇഷ്ടമായിട്ടുള്ളത്. കാരണം ഒരു കാര്യം പറഞ്ഞാൽ അതാണ് ശരിയോ തെറ്റോ, വാട്ട് എവർ ഇറ്റ് ഈസ്. ഇപ്പം ഒരാളെൻ്റെ അടുത്ത് പെണ്ണെങ്കിൽ നീ ചെയ്ത തെറ്റാണ്, അത് ആ പുള്ളിക്കാരൻ അത് ഉറച്ച് നിൽക്കണമെന്നുണ്ടെങ്കിൽ സീരിയസ്ലി എനിക്ക് അങ്ങനെയുള്ള ആൾക്കാർക്ക് ഭയങ്കര റെസ്പെക്റ്റ്, സ്നേഹമാണ്. അല്ലാതെ മറ്റിങ്ങനെയൊന്നുണ്ട് ഡുവൽ ഫേസ് ഇല്ലേ, ഇവിടെ നിൽക്കും അവിടെ നിൽക്കും, അവിടെ നിൽക്കും ഇവിടെ നിൽക്കും, അങ്ങനെ നിന്ന് കാലുകൾ, അത് നമ്മൾ പറയില്ലേ ഒരു വള്ളത്തിൽ ഒരു കാലും ഒരു മറ്റേ വള്ളത്തിൽ ഒരു കാലും, കീറിപ്പോയ ആൾക്കാരില്ലേ, അങ്ങനെയൊക്കെയുള്ള ആൾക്കാരെ എനിക്കറിയാം. സോ അതുകൊണ്ട് എനിക്ക് അങ്ങനെയുള്ള ആൾക്കാരുമായിട്ട് ഈ കമ്പനികൾ വയ്ക്കുന്നത് എനിക്കിഷ്ടമല്ല. വാട്ട് എന്തായിക്കോട്ടെ, നിങ്ങളുടെ തീരുമാനം ഇതിൽ നിങ്ങൾ ഉറച്ചിക്കണമെങ്കിൽ നിലപാടുള്ള ആൾക്കാരുടെ പ്രത്യേകിച്ച് ഒരു റെസ്പെക്റ്റ് ആണ്. നിലപാട് പറയുകയും ചെയ്യണം. കാരണം അവിടെ നിന്ന് ഇവിടെ നിന്ന് കേൾക്കാത്തൊരു നിലപാടായിരിക്കണം. അതായത് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ ഉറച്ചു നിൽക്കുന്ന ആൾക്കാരും ആയിരിക്കണം. യെസ്, എനിക്കതാണ് പറയാനുള്ളത്. ഓക്കെ, അപ്പം അത്രേ ഉള്ളൂ. അപ്പം എനിക്ക് പറയാനുള്ളത് പറഞ്ഞു. പിന്നെ എനിക്കൊരു കാര്യം, പുതിയ വീഡിയോസിൽ തംബ്നെയിലിടുമ്പം ദയവ് ചെയ്ത് എൻ്റെ പുതിയ ഫോട്ടോസ് ഇടണം. കാരണം ഞാൻ ഒരുമാതിരി കണ്ണ് ചത്ത ഫോട്ടോസൊക്കെയാണ് പറഞ്ഞത്. അപ്പം എനിക്ക് ഭയങ്കര വിഷമമുണ്ട്. കാരണം ഞാൻ പുതിയ ഫോട്ടോസ് ഇൻസ്റ്റയിലുണ്ട്, ഇങ്ങനെ കാറിലൊക്കെ ചാരി നിൽക്കണത്, ഇങ്ങനെ ആറ്റിറ്റ്യൂഡൊക്കെ കഷ്ടപ്പെട്ട് മുക്കി മൂളിയൊക്കെ നിൽക്കണം, കുറേ ഫോട്ടോസ് ഉണ്ട്. അതൊക്കെ ഇടുക. അല്ല ഞാൻ എന്താ ഇങ്ങനെ മിക്കറതായിരിക്കും എന്ന് പറയണത്. അപ്പോൾ ഇങ്ങനെയുള്ള ഫോട്ടോസ് ഇടുമ്പോൾ നല്ല ഫോട്ടോസ് ഇടാം. ഓക്കെ, ഇനി നിങ്ങൾക്ക് ഓഫ് കോഴ്സ് ക്ലാരിറ്റി കിട്ടാണ്ടായിരിക്കും. അപ്പോൾ അത് അപ്പു പറയും. കാരണം ഞാൻ വിചാരിച്ചത്, കാരണം അപ്പുവിൻ്റെ പാസ്റ്റ് ഇവിടെ ഡിസ്കസ് ചെയ്യേണ്ട ആവശ്യമില്ല, ഞാനാണ് സോഷ്യൽ മീഡിയയിൽ നിൽക്കണം. അപ്പോൾ ഓഫ് കോഴ്സ് എൻ്റെ ഹസ്ബൻഡായിട്ട് വരുമ്പോഴത്തേക്ക് സോഷ്യൽ മീഡിയയിൽ ഡിസ്കസ് ചെയ്യേണ്ട ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷെ ഇതൊരു ചെറിയ ക്ലാരിറ്റിക്ക് വേണ്ടിയിട്ട് പറയുകയാണ്. അപ്പം എനിക്ക് പറയാനുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഞങ്ങൾ ഈ വീഡിയോയിൽ മെൻഷൻ ചെയ്യുന്ന കുറച്ച് വ്യക്തികളല്ലേ, 1-2 വ്യക്തികളുടെ കൺസെൻറ്റ് എടുത്തിട്ടാണ് ഞങ്ങൾ ഈ വീഡിയോയിൽ മെൻഷൻ ചെയ്യുന്നത്. ഞങ്ങൾ വിളിച്ച് ചോദിച്ചു, ഇങ്ങനെ നിങ്ങളുടെ പേര് പറയട്ടെ, മെൻഷൻ ചെയ്യട്ടെ, പേരല്ല നിങ്ങളൊന്ന് ജസ്റ്റ് മെൻഷൻ ചെയ്ത് പോട്ടെ എന്ന് പറയണുണ്ടായിരുന്നു. അപ്പം പറഞ്ഞു അവർക്കൊരു ബുദ്ധിമുട്ടാവരുത്, ഞങ്ങൾ പറയുന്നതോ സംസാരിക്കുന്നതോ അവർക്കൊരു ബുദ്ധിമുട്ടായിരുന്നു. കാരണം അവർക്ക് അമ്മയ്ക്കും കുഞ്ഞിനും ആയാലും ആ പുള്ളിക്കാരനായാലും അവർക്കായാലും ആ ഫാമിലിക്കായാലും ഒരു ബുദ്ധിമുട്ടാവരുത്. കാരണം അവർക്ക് സോഷ്യൽ മീഡിയയുടെ ടോക്സിസിറ്റിയോ സൈബർ ബുള്ളിങ്ങോ അവർക്ക് അറിയില്ല. അവർ ജീവിച്ചോട്ടെ, അവരവരുടെ ഒരു ജീവിതം അവർ ജീവിച്ചോട്ടെ. കാരണം അവരുടെ ജീവിതം അവർ ജീവിക്കണം, നമ്മുടെ ജീവിതം നമ്മൾ ജീവിക്കണം. മറ്റൊരാളുടെ ലൈഫിൽ നമ്മൾ ജീവിക്കാൻ വേണ്ടിയിട്ട് പോകാൻ പാടില്ല. ഇനി അപ്പൂന് പറയണം, അപ്പൂൻ്റെ അടുത്ത് പറയും. പിന്നെ എനിക്ക് മെയിനായിട്ട് പറയണം, നമ്മൾ ഒരു വ്യക്തിയെക്കുറിച്ച് നമ്മളൊരു സോഷ്യൽ മീഡിയയിൽ പരാമർശിക്കുമ്പോൾ അല്ലെങ്കിൽ പറയുമ്പോഴത്തേക്ക് ജസ്റ്റ് അവരുടെ സമ്മതം ചോദിക്കുക അല്ലെങ്കിൽ കോൺസെൻറ്റ് ചോദിക്കുക എന്ന് പറയുന്നത് എന്തുവാണ്, ബേസിക് ആയിട്ടുള്ള മാനേഴ്സ് ആണ്. അപ്പം അത് എല്ലാവർക്കും ഉണ്ടാവണമെന്നില്ല. അത് ഞാൻ ജസ്റ്റ് പറഞ്ഞു പോയെന്നേ ഉള്ളൂ. അപ്പം പറയും എന്താ പറയാന്നുള്ളത്. അപ്പോൾ എനിക്ക് പറയാമെന്നുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ കല്യാണം കഴിഞ്ഞതാണ്. അതുപോലെ തന്നെ നമുക്ക് പരസ്പരം മുന്നോട്ട് പോകാൻ പറ്റാത്തതുകൊണ്ട് നമ്മൾ വേറെ പിരിഞ്ഞിട്ടുമുണ്ട്. കാരണം ആ പുള്ളിക്കാരി ഇപ്പോൾ വേറൊരു കല്യാണം കഴിഞ്ഞ് ജീവിക്കുന്നുമുണ്ട്.
നമ്മുടെ മോളുടെ കാര്യത്തിന് നമ്മൾ നല്ല പോലെ ഒരു തീരുമാനം എടുത്തിട്ടുണ്ട്. ഒരു കാര്യം പറഞ്ഞോട്ടെ, മോളുടെ കാര്യത്തിൽ ഞാൻ പറഞ്ഞോട്ടെ, അത് അവർ രണ്ടുകൂടെ എടുത്ത തീരുമാനമാണ്. അത് സോഷ്യൽ മീഡിയയിൽ അറിയിക്കേണ്ട കാര്യമില്ല. അതെ എൻ്റെ മോളുടെ എന്നും പറഞ്ഞിറങ്ങേണ്ട ആവശ്യമില്ല. അത് അവരുടെ അടുത്ത തീരുമാനമാണ്. അതിനെ റെസ്പെക്ട് ചെയ്യാന്നുള്ളതേ ഉള്ളൂ. സത്യം. കാരണം എനിക്ക് ഇപ്പം എൻ്റെ പാസ്റ്റിൽ നടന്ന കാര്യം എനിക്കിവിടെ പറയേണ്ട ആവശ്യമില്ല. കാരണം പുള്ളിക്കാർ സോഷ്യൽ മീഡിയയിലായതുകൊണ്ട് ഞാൻ കാരണം ഉണ്ടായ ഒരു ബുദ്ധിമുട്ട്, അപ്പൊ ഞാൻ അങ്ങനെ പറയില്ല, എനിക്കൊരു ബുദ്ധിമുട്ടുണ്ട്. എന്നാലും ഞാൻ കാരണം ഒരു ബുദ്ധിമുട്ട് എനിക്കത് ക്ലാരിറ്റി വരുത്തിയേ പറ്റുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ പറയണത് തന്നെ. കാരണം ഞാൻ വേറൊരു ചാനൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ഇൻ്റർവ്യൂ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് ഞാൻ അതിൽ പറഞ്ഞിട്ടുണ്ട് എൻ്റെ കല്യാണം കഴിഞ്ഞതാണ്, എനിക്കൊരു കുഞ്ഞും ഉണ്ടെന്നൊക്കെ. കാരണം എൻ്റെ അടുത്ത് ചോദിച്ച ചോദ്യം അങ്ങനെയായിരുന്നു, അവർ കമ്മിറ്റഡ് ആണോ സിംഗിൾ ആണോ എന്നുള്ളത്. അപ്പോൾ ഞാൻ എന്തായിരുന്നാലും സത്യമല്ലേ പറയുള്ളൂ. അപ്പം ഞാൻ പറഞ്ഞിട്ടുണ്ട് എൻ്റെ കല്യാണം കഴിഞ്ഞതാണ്, എനിക്കൊരു കുഞ്ഞുണ്ടെന്ന് ഞാൻ അതിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എനിക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യായിരുന്നു, എനിക്ക് കള്ളം പറയായിരുന്നു. കാരണം എനിക്ക് എൻ്റെ ആവശ്യമില്ല. കാരണം ഞാൻ ഒരുപാട് പേരെ കണ്ടിട്ടുണ്ട് കമ്മിറ്റഡ് ആയിട്ടും സിംഗിളാണെന്ന് പറയുന്ന ഒരുപാട് പേരെ ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ സത്യസന്ധമായിട്ടുള്ള മറുപടിയാണ് ഞാൻ അവിടെ കൊടുത്തത്. പിന്നെ ഒരുപാട് പേര് ചോദിച്ചു എന്തിനാണ് കുഞ്ഞിൻ്റെ ഫോട്ടോ റിമൂവ് ചെയ്തതെന്ന്. കാരണം റിമൂവ് ചെയ്തില്ലായിരുന്നെങ്കിൽ ഇന്ന് പല ആൾക്കാരുടെയും തംബ്നെയിലായിട്ട് കാണേണ്ടി വരുമായിരുന്നു. സത്യമാണ്. കാരണം ഞാനാണ് പറഞ്ഞത്, അപ്പോൾ കൊച്ചിൻ്റെ ഫോട്ടോസ് എല്ലാം മാറ്റിക്കോ, ഇൻസ്റ്റയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു ഫോട്ടോസ് എല്ലാം മാറ്റിക്കോ, നമുക്കത് പുറത്ത് ഇടണ്ട. കാരണം ഫോട്ടോസ് ആണെങ്കിൽ ഞങ്ങൾക്ക് കൊണ്ട് കാണാൻ വേണ്ടിയിട്ട് കുഞ്ഞിൻ്റെത് മാറ്റിക്കോ എന്ന് പറഞ്ഞു. കാരണം പുള്ളിക്കാരൻ അറിയില്ല, പുള്ളിക്കാരൻ 2 ചാനൽ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. 3 ചാനൽ വർക്ക് ചെയ്തിട്ടില്ലേ? 2 ചാനൽ 2-3 ചാനൽ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്ന സമയത്ത് ലൈക്ക് അവരവരുടെ പേഴ്സണൽ കാര്യംസ് അല്ല പറയണം. ഒരാൾ സ്ക്രിപ്റ്റ് കൊടുക്കുമ്പോൾ അതിനനുസരിച്ചിട്ട് വർക്ക് ചെയ്യണം ചെയ്യണം. അതും എനിക്ക് പറയണം. കാരണം ഒരുപാട് പേര് പറഞ്ഞ് ഞാൻ ആക്റ്റീവ് അല്ല. കാരണം ഇപ്പോൾ ഒരു സ്ക്രിപ്റ്റ് തന്നു കഴിഞ്ഞാൽ എനിക്ക് അതിനനുസരിച്ച് അഭിനയിക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ഒരു ഗ്രൂപ്പായിട്ടാണ് ഇരിക്കണെന്നുണ്ടെങ്കിൽ സിറ്റുവേഷൻ അനുസരിച്ച് നമുക്ക് ബിഹേവ് ചെയ്യാൻ പറ്റും. പക്ഷെ അല്ലാതെ ഞാൻ ഇങ്ങനെയാണ്. പുള്ളി ഇങ്ങനെയാണ് ഗൈസ്. പുള്ളി ഒരു ശാന്തനാണ്, ശാന്ത സ്വഭാവനാണ്. റിയൽ ലൈഫിൽ ഇങ്ങനെയാണ് ഗൈസ്. അപ്പം ഞാൻ പറയാൻ വന്നത്, കൊച്ചിൻ്റെ ഫോട്ടോസ് ഞാൻ മാറ്റാൻ പറഞ്ഞാണ്. കാരണം നാളെ മുതൽ തമ്മയിൽ കുഞ്ഞിൻ്റെ ഫോട്ടോ വരെ ഞങ്ങൾക്ക് ആർക്കും ഒരു ഇഷ്ടമല്ല, ഞങ്ങൾക്ക് ഒരു താല്പര്യമില്ല. കാരണം സോഷ്യൽ മീഡിയ എന്താണെന്ന് അറിഞ്ഞുകൂടാത്ത, അല്ലെങ്കിൽ ലൈക്ക് ആ ഒരു പ്രായത്തിൽ കുഞ്ഞിൻ്റെ ഫോട്ടോസ് വരാൻ ഞങ്ങൾക്ക് താല്പര്യമില്ല. സത്യമായിട്ട് അത് മാറ്റിയില്ലായിരുന്നെങ്കിൽ ഉറപ്പായിട്ടും മറ്റുള്ളവരുടെ, കാരണം അതെന്തൊരു വൃത്തിയായിട്ട് തന്നാന്ന് അറിയാമോ അങ്ങനെ നമ്മൾ ഇടണമെന്നത് കുഞ്ഞിൻ്റെ ഫോട്ടോസ്. കാരണം അതെനിക്ക് ഞങ്ങൾക്ക് ഉറപ്പായിരുന്നത് വരുമെന്നുള്ള കാര്യം ഞാൻ പറഞ്ഞു. എന്തായാലും വരും, നീ ഫോട്ടോസ് മാറ്റിക്കോ എന്ന് പറഞ്ഞ്. പിന്നെ എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, അപ്പോൾ പറഞ്ഞല്ലോ അവർക്ക് പൊരുത്തപ്പെട്ട് പോകാൻ പറ്റാത്തതുകൊണ്ടാണ് അവർ സെപ്പറേറ്റ് ആയത്. അപ്പോൾ അവർ പിരിഞ്ഞ് പുള്ളിക്കാരി ഇപ്പോൾ വേറൊരു കല്യാണം കഴിഞ്ഞ് അവരവരുടെ ലൈഫ് ജീവിക്കുകയാണ്. അവരൊരിക്കലും പാസ്റ്റ് നിൽക്കുകയോ ഒന്നും ചെയ്യില്ല. അവർ ഫോർവേഡായിട്ട് തിങ്ക് ചെയ്ത് നോക്കി അവർക്കൊരു ജീവിതമുണ്ട്, അവർക്ക് മുന്നോട്ട് പോകാമെന്നുള്ളത് അവരുടെ ഓപ്ഷനാണ്, അവരുടെ ലൈഫാണ്. അതിൽ അപ്പു കയറി ഇപ്പം കല്യാണം കഴിഞ്ഞ് പുള്ളിക്കാരി പോയ സമയത്ത് അപ്പുവിന് നീ പോയല്ലേ, നിന്നെ ഞാൻ കാണിച്ചു തരാം, സ്പൈ വർക്ക് ചെയ്യാൻ ഞാൻ വരാം, നീ അങ്ങനെ ജീവിക്കാൻ പാടില്ല, അങ്ങനെ നമ്മൾ ചെയ്യാൻ പാടില്ല. അത് അവരുടെ ഒപ്പീനിയനാണ്. അവർ റെസ്പെക്റ്റ് ചെയ്ത് പോവുക. അതാണ് ബേസിക്കായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഒരാളുടെ ഒപ്പീനിയനെ വാട്ട് എവർ ഇറ്റ് ഈസ്, തെറ്റോ ശരി എന്തായിക്കോട്ടെ ഗൈസ്, അത് റെസ്പെക്ട് ചെയ്ത് പോകാൻ പറ്റണം. അങ്ങനെ അവനത് റെസ്പെക്ട് ചെയ്തു. ആ പുള്ളിക്കാരി ചോദിച്ച എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുത്താണ് അവർ പിരിഞ്ഞ് ഹെൽത്തി വേയിലാണ് അവർ പിരിഞ്ഞു പോയത്. ഹെൽത്തി വേ എഴുതി കാണിക്കുക, HEALTHO, അല്ലാതെ മറ്റേ നോണ പറയാനോ ചീത്ത പറയാനോ ചീത്ത വിളിക്കാനോ ഒന്നുമില്ലാതെ വളരെ ഹെൽത്തി വേയിൽ അവർ പിരിഞ്ഞു പോയി. ആ ഹെൽത്തി വേയിൽ പിരിഞ്ഞുകൊണ്ട് തന്നെ കുഞ്ഞും ഓക്കെ ആയിരിക്കും, ഓക്കെയാണ്. സോ അത് കുഞ്ഞിൻ്റെ കാര്യം അവർ രണ്ടുപേരുടെ നോക്കാനുള്ളതാണ്. അതിൽ സോഷ്യൽ മീഡിയയിൽ ഈ ഫേക്ക് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്ന ആൾക്കാർ അതിൽ ഇടപെടേണ്ട ആവശ്യമില്ല. കാരണം അത് അവരുടെ പ്രൈവസിയിലാണ്. ഇനി ഞാനായാലും എൻ്റെ ഒരു ആവശ്യം വരുമ്പോൾ മാത്രം നിന്നാൽ മതി. പിന്നെ ഒരു കമൻറ്റ് കണ്ടു, ഞാൻ ഇത്ര വയസ്സിൽ 26ാമത്തെ വയസ്സിൽ 27ാമത്തെ വയസ്സിൽ ഞാൻ ചെറിയമ്മയെന്ന്. എനിക്ക് ഒരു പ്രശ്നമില്ല, ചെറിയമ്മ ആയിക്കോട്ടെ വല്യമ്മ ആയിക്കോട്ടെ. ഇൻ കേസ് കുഞ്ഞ് എൻ്റെ കൂടെ നമ്മളെ കൂടെ നിന്ന അങ്ങനെ ആയിരുന്നുണ്ടെങ്കിൽ ഞാൻ ഒരിക്കലും നമ്മുടെ വീഡിയോസിൽ കാണിക്കില്ലായിരുന്നു. എല്ലാവർക്കും കൂടെ ഇങ്ങനെ പിച്ച് ചീന്താനുള്ള അല്ലെങ്കിൽ ഇങ്ങനെ വലിച്ചു കീറാനുള്ള ഒരു ഞാൻ വക ഉണ്ടാക്കില്ലായിരുന്നു. എൻ്റെ മോള് വളർന്ന് വലുതാകുമ്പോഴ സമയത്ത് ഞാൻ ചോദിക്കും, നിനക്ക് ഓക്കെ ആണോ എന്ന്, വീഡിയോയിൽ വരാനൊക്കെ ഓക്കെ ആണോ എന്ന് ഞാൻ ചോദിക്കുന്ന ടൈമിൽ ഓക്കെ അന്ന് വന്നോട്ടെ, അങ്ങനെ വരും. ഇൻ കേസ് ഉണ്ടെങ്കിൽ ഇങ്ങനെ ചേർത്ത് പിടിച്ചേനെ ഞാൻ. എനിക്കില്ലാത്ത പ്രശ്നം വേറൊരു ഈ ഫേക്ക് അക്കൗണ്ടിൽ നിന്ന് കമൻ്റ് ഇടുന്ന ആൾക്കാർക്കും വേണ്ട. എൻ്റെ വീട്ടുകാർക്കോ എനിക്കോ ഞങ്ങൾക്കോ ഇല്ലാത്ത പ്രശ്നം വേറൊരാൾക്ക് വേണ്ട. ഓക്കെ, ഇത്രയല്ലേ ഉള്ളൂ പറയാൻ, വേറെ ഒന്നും ഇല്ലല്ലോ. ഇത്രയേ ഉള്ളൂ. ഇതാണ്
അതിന്റെ മെയിൻ പോയിന്റ് എന്ന് പറയണം. ഓക്കെ. കാരണം ഇതുപോലും അറിയാതെയാണ് പല അപവാദങ്ങളും ഉണ്ടാക്കുന്നത്. ഗൈസ് ഇപ്പം പുള്ളിക്കാരൻ ഇന്റർവ്യൂസിലൊന്നും പുള്ളിക്കാരിയുടെ നെയിം മെൻഷൻ ചെയ്ത് പോകാത്ത സെപ്പറേറ്റ് ആയി നിന്നോണ്ടാണ് അവരൊരു തീരുമാനം എടുത്തോണ്ടാണ് നമ്മൾ പിരിയാൻ പോകണം എന്നുള്ള തീരുമാനം എടുത്തോണ്ടാണ് അവർ ഞാൻ പറയുന്നത്. പുള്ളിക്കാരിയുടെ പേര് ഒന്നിലും മെൻഷൻ ചെയ്തിട്ടില്ല ഒരു ഇന്റർവ്യൂസിൽ. അത് കൊടുക്കുന്ന ആ പ്രൈവസിക്ക് കൊടുക്കുന്ന റെസ്പെക്റ്റ് ആണ്. അതങ്ങനെയാണ്. അല്ല നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇപ്പം എനിക്ക് കുഞ്ഞിലേക്ക് ഇങ്ങനെ കുഞ്ഞിനെയൊക്കെ വെച്ചിട്ട് അല്ലെങ്കിൽ അവരെയൊക്കെ വെച്ചിട്ട് അതിൻ്റെ ആവശ്യമില്ല. അവരൊരു ജീവിതം ജീവിക്കുമ്പോൾ ഞങ്ങൾ അതിൻ്റെ ഇടയിൽ കയറി പ്രശ്നം ഉണ്ടാക്കുന്നത് വളരെ മോശമാണ്. അവർ സന്തോഷമായിട്ട് ടച്ച് വുഡ് അവരെന്ന് സന്തോഷം സമാധാനമായിട്ട് ജീവിക്കട്ടെ എന്ന് മാത്രമേ ഞങ്ങൾ ആഗ്രഹിക്കുന്നുള്ളൂ. അതിൽ കൂടുതലൊന്നും ആഗ്രഹിക്കണ്ട. ഇനി നമുക്ക് നമ്മുടെ സ്റ്റോറിയിലോട്ട് പോവാം. സോ ഗൈസ് ഇപ്പം ഞാൻ പറയട്ടെ. യെസ്. അപ്പം ഞാൻ തുടങ്ങാം. അപ്പുവിനെ എനിക്ക് നിങ്ങൾ നമ്മളെ വ്ളോഗിലൊക്കെ കണ്ടിട്ട് എനിക്ക് കുറച്ച് കാലങ്ങളായിട്ട് അറിയാം. അപ്പം അപ്പു ലൈക്ക് എനിക്ക് ഉണ്ടായിരുന്ന ഒരു ഫ്രണ്ട് സർക്കിളിലെ ഒരാളാണ് അപ്പു എന്ന് പറയുന്ന വ്യക്തി. അങ്ങനെ അപ്പുവിനെ എനിക്ക് തുടക്കം മുതലേ അറിയാമെന്ന് വെച്ചാൽ, പക്ഷെ അപ്പു ഞാൻ നിങ്ങൾക്ക് ഇന്നലെ പറഞ്ഞില്ല ഭയങ്കര മതിലൊക്കെ കെട്ടി വെച്ചേക്കണ മനുഷ്യനാണ്. ഇയാളുടെ ഞാൻ ഇയാൾ പറഞ്ഞിട്ടില്ല, അപ്പു പറഞ്ഞിട്ടല്ല അപ്പു ഡിവോഴ്സ് ആണെന്നൊന്നും ഞാൻ അറിയണത് ആ വീഡിയോയിൽ, ഞാനൊരു ഇൻ്റർവ്യൂ എടുക്കണ വീഡിയോയിൽ, ഒരു Q&A വീഡിയോയിൽ അല്ലേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ലൈക്ക് അപ്പു ഇങ്ങനെ വൈഫുണ്ട് കുഞ്ഞുണ്ടെന്ന് എനിക്ക് ഓൾറെഡി അറിയാവുന്നത്. ഞാൻ അപ്പു പറഞ്ഞില്ല, കൂടെ ഉള്ളവർ പറഞ്ഞാണ് അറിയുന്നത്. കാരണം ഞാൻ ആരും പേഴ്സണൽ ലൈഫ് ഇടപെടാറില്ല, എനിക്കത് ഇഷ്ടമല്ല. അപ്പം പുള്ളിക്കാരൻ എൻ്റെ അടുത്ത് ആ ഇൻ്റർവ്യൂ എടുക്കുന്ന സമയത്താണ് ഞാൻ അറിയുന്നത് അവർ ഡിവോഴ്സ് ആവാൻ അല്ലെങ്കിൽ അവർ പിരിയാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണെന്നുള്ളത്. അപ്പോഴാണ് എൻ്റെ മുഖം ഒരുമാതിരി വിഷമായി, വേണ്ടായിരുന്നു. അല്ലെങ്കിൽ ഓഫ് കോഴ്സ് ഇനിയിപ്പോൾ പിന്നെ ഒന്നെന്ന് പറയണത് അവരുടെ ചോയ്സാണ് അതല്ലേ. അതായത് ഒരു ബന്ധത്തിൽ നിന്ന് അവർക്ക് പൊരുത്തപ്പെട്ട് പോകാൻ പറ്റാത്തൊരു ബന്ധമാണെങ്കിൽ അത് ഏത് പ്രായമായിക്കോട്ടെ എപ്പോഴും ആയിക്കോട്ടെ അതിൽ നിന്ന് പുറത്ത് വരിക എന്നുള്ളത് ബേസിക്കായുള്ള കാര്യമാണ്. നമ്മൾ എത്രയോ പേര് സ്ത്രീധനത്തിൻ്റെ പേരിലും അതിൻ്റെ പേരിലും ഇതിൻ്റെ പേരിലും ടോർച്ചറും കാരണം ബന്ധുക്കൾക്കും നാട്ടുകാർക്കും വേണ്ടിയിട്ട് സഹിച്ച് ജീവിച്ച് അവസാനം ആത്മഹത്യയിലോട്ട് എത്ര കണ്ടിട്ടുണ്ട്. അതേസമയം അവർ കൂടെ വീട്ടുകാരും എല്ലാവരും ഉണ്ടായിരുന്നു, നിനക്ക് പറ്റാത്ത ബന്ധമാണെങ്കിൽ നീ ഇറങ്ങി വാ, നിന്നെ ഞങ്ങൾ ചേർത്ത് പിടിക്കാമെന്ന് പറഞ്ഞ് എത്ര പേരുണ്ടെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അപ്പം അങ്ങനെ വേണം. പറ്റാത്ത ബന്ധങ്ങളിൽ നിന്ന് ഇറങ്ങുക എന്നുള്ളതാണ്. ഹെൽത്തി വേയിൽ ഇറങ്ങാൻ പറ്റിയ അത്രയും ബെറ്ററാണ്. കാരണം പിന്നെ ഒരു പ്രശ്നം ഉണ്ടാവില്ല. അപ്പം ഹെൽത്തി വേയിൽ ഇറങ്ങാൻ പറ്റും. അപ്പം എനിക്കൊരു റെസ്പെക്റ്റ് ഉണ്ടായിരുന്നു രണ്ടുപേരുടെ അടുത്ത്. ഇൻ കേസ് പുള്ളിക്കാരി ആയാലും അപ്പൂൻ്റെ അടുത്തായാലും എനിക്ക് ആ തീരുമാനങ്ങളുടെ റെസ്പെക്റ്റ് ഉണ്ടാണ്. ഇൻ കേസ് ഞാനും എനിക്കിപ്പം ഒരു മെച്ചുവേർഡ് അല്ലാത്തൊരു ബദലിൽ ഞാനൊരു തീരുമാനം എടുക്കുകയാണ്, ഞാൻ കല്യാണം കഴിക്കാൻ പോവാണ്, ഭാവിയിൽ എനിക്കത് ഓക്കെ ആയില്ല, അത് വർക്കൗട്ട് ആയില്ല എന്നുണ്ടെങ്കിൽ ഞാൻ പുറത്തിറങ്ങേണ്ടി വന്നാൽ ഓഫ് കോഴ്സ് എനിക്ക് ഒരു ഡിവോഴ്സ് എന്നുള്ള ഇത് തന്നെ അല്ലെങ്കിൽ സെപ്പറേഷൻ തന്നെയാണ് ഞാൻ നോക്കുക. എന്നല്ല ഞാൻ സഹിച്ചും പുറത്തും ജീവിക്കാൻ വേണ്ടിയിട്ട് ഇല്ല, ആകെയുള്ള ഒരു ജീവിതമേ ഉള്ളൂ. അത് ഒരിക്കലും സഹിച്ചും പുറത്തും നാട്ടുകാർക്കും വീട്ടുകാർക്കും വേണ്ടിയിട്ട് ഞാൻ ജീവിക്കൂല. അത് ഞാനാണ്. നിങ്ങൾക്കറിയാം നമ്മുടെ ചാനലിൽ ഞാൻ പലപ്പോഴും ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഞാൻ നാട്ടുകാർക്ക് വേണ്ടിയിട്ട് ജീവിക്കുന്ന ഒരാളല്ല. നിങ്ങൾക്ക് വീട്ടുകാർക്ക് വേണ്ടിയിട്ട് ജീവിക്കുന്ന ഒരു സൂര്യനാരായണമാണ് ഞാൻ ബേസിക്കായിട്ട് എപ്പോഴും ഞാൻ വിശ്വസിക്കുന്നത് ദൈവത്തിനറിയാം ഞാൻ എന്താണ് ചെയ്യുന്നതെന്നുള്ളത്. അതേപോലെ എൻ്റെ അമ്മയ്ക്കും എൻ്റെ അനിയത്തിക്കും അറിയാം ഞാൻ എന്താണ് ചെയ്യുന്നുള്ളത്. ഇവരെനിക്ക് ബോധിപ്പിക്കണം, വേറെ ആരും എനിക്ക് ബോധിപ്പിക്കണ്ട. ഇൻ കേസ് ഇനി ഭാവിയിൽ അല്ലേ നിന്നെ എനിക്ക് ബോധിപ്പിക്കല്ലേ, ജസ്റ്റ് പറഞ്ഞാൽ മതി, മനസ്സിലാക്കും. എനിക്കത് നന്നായിട്ട് അറിയാം, മനസ്സിലാവും. പിന്നെ ഗൈസ് നമ്മുടെ സ്റ്റോറി പറയുമ്പോഴത്തേക്കും അപ്പുനെ ഞാൻ പാല് അച്ഛനെ വിളിച്ചില്ല, പക്ഷെ അപ്പു വന്നു, അപ്പു വീഡിയോയിലൊക്കെ ഉണ്ടല്ല എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പം അപ്പോഴേ ഞാൻ പറഞ്ഞാണ് ഇതൊക്കെ ഒരു വലിയ കഥയാണ്, ഞാൻ വീഡിയോയിൽ പറയാമെന്ന്. അതിനിടയ്ക്ക് നിങ്ങൾ കയറി ഒരു കിഴങ്ങ് മറ്റേ ജോത്സ്യനെ കൊണ്ടാണ് കബഡി നിരത്തിച്ച ഫുള്ള് തെറ്റാണ്, ഇതല്ല സത്യം അല്ലേ. കബഡി നിരത്തി അങ്ങനെ കണ്ടുപിടിച്ചേക്കാം മുട്ട ഫേക്കും. ഓക്കെ, അപ്പം ഞാൻ പറയാം. അപ്പോൾ അപ്പു ലൈക്ക് ഞങ്ങളൊരു ഫ്രണ്ട് സർക്കിളിൽ ഉള്ള ഒരാളാണ് അപ്പു. അപ്പം അപ്പു ഞങ്ങൾ ആര് വിളിച്ചാലും ഫോൺ എടുക്കൂല. ഞാൻ ചോദിക്കൂടെ അപ്പു ഇവിടെ ഒന്ന് കണ്ടിട്ട് കുറേ നാളല്ല, എന്നിട്ട് എനിക്ക് മനസ്സിലായി. കാരണം ഞാൻ പലപ്പോഴും വിഷമിച്ചിരിക്കണം കണ്ടിട്ടുണ്ട്. അപ്പം ഞാൻ ചോദിച്ചു, നീ ഒന്ന് വിളി, അപ്പുനൊന്ന് വിളി, ഒന്ന് എന്തരാണെന്നൊന്ന് അറിയട്ടെ, ഒന്ന് വിളിയെന്ന് പറഞ്ഞു. അപ്പം ആർക്കും ലൈക്ക് ആരും അന്വേഷിച്ചും പോയല്ല, പോയി. കാലങ്ങളങ്ങ് കഴിഞ്ഞു പോയി. അപ്പൂൻ്റെ ഒരു വിവരവും ഇല്ല. അപ്പൂനെ എന്തെങ്കിലും വിളിച്ച അപ്പു പറയും ഇല്ലടി ഞാൻ ഹോസ്പിറ്റലാണ്. അവൻ ഒന്നും വരൂല, ഒന്നിനും വരില്ല. സർക്കിളിലോട്ട് അവന് വരാൻ താല്പര്യമില്ല. കാരണം അതിന് അവൻ്റേതായിട്ടുള്ള കുറേ പേഴ്സണൽ റീസൺസ് ഉണ്ടാകുന്ന ഞാൻ ഇവിടെ പറയാൻ ആഗ്രഹിക്കുന്നില്ല, പറയാതിരിക്കുന്നതാണ് എല്ലാവർക്കും നല്ലത്. അപ്പം ഞാൻ പറയുന്നില്ല. അപ്പം അതുകൊണ്ട് ഞാൻ അപ്പൂൻ്റെ അടുത്ത് ഞാൻ പാലി അച്ഛനെ തന്നെ തലയ്ക്കും തലേദിവസമാണ് ഞാൻ നേരിട്ട് കാണുമ്പോൾ എന്തെങ്കിലും വിളിക്കാന്ന് വിചാരിച്ചാന്ന് വെച്ചാൽ അപ്പൂനെ കാണാറേ ഇല്ല. അങ്ങനെ തലയ്ക്കും തലേദിവസം കൊച്ചിയൊക്കെ വിളിച്ചിട്ട് പറഞ്ഞ് ചേച്ചി അപ്പൂനെ ഇതുവരെ വിളിച്ചില്ല. അപ്പം ഞാൻ ചോദിച്ചു ശരിയാണ്, ഞാൻ അപ്പൂനെ വിളിച്ചില്ല. അങ്ങനെയാണ് ഞാൻ അപ്പൂനെ
വിളിക്കുന്നത്. അപ്പോൾ എന്നിട്ട് ആദ്യത്തെ വിളിച്ചപ്പോൾ അവൻ ഫോൺ എടുത്തില്ല. രണ്ടാമത് വിളിച്ചപ്പോൾ ഞാൻ എടാ പാല് വെച്ചാണ് നീ വരണം. അപ്പോൾ പറഞ്ഞു ഒരുപക്ഷെ അന്ന് ഞാൻ വിളിച്ചില്ലായിരുന്നെങ്കിൽ ഞാൻ വരെയും പോലും വരെയും പോലും ഇല്ലായിരുന്നു. കാരണം ഓഫ് കോഴ്സ് വിളിക്കാത്തൊരിടത്ത് നമ്മൾ വരേണ്ട ആവശ്യമില്ലല്ലോ. അപ്പം അപ്പു പിന്നെ ഞാൻ പറഞ്ഞു ഐഡി ഞാൻ വരാം എന്നൊക്കെ പറഞ്ഞപ്പോൾ തലേ സമയം വന്ന് നിങ്ങൾ വീഡിയോയിൽ കണ്ടിട്ടുണ്ടായിരിക്കും. നല്ല ലൈക്ക് എല്ലാ ഹെൽപ്പിനും എല്ലാത്തിനും നിൽക്കും. അത് ഭയങ്കര ഇതാണ്, അതിൻ്റെ ഭയങ്കര ക്വാളിറ്റിയാണ്. അന്ന് എൻ്റെ അടുത്ത് പറഞ്ഞേടി എനിക്ക് എക്സ്പെൻസീവ് ആയിട്ടുള്ള ഗിഫ്റ്റ് ഒന്നും വാങ്ങിച്ചാൽ എൻ്റെ പൈസ ഇല്ല, പക്ഷേ നിന്റെ കൂടെ ഞാൻ ഇപ്പം ഇങ്ങനെയാണ് പറഞ്ഞ എടി എൻ്റെ എക്സ്പെൻസീവ് ആയിട്ട് ഗിഫ്റ്റ് ഒന്നും വാങ്ങിച്ചിട്ട് ഇപ്പം എൻ്റെ പൈസ ഇല്ല, പക്ഷെ ഞാൻ നിനക്ക് സഹായിക്കാം, എല്ലാത്തിനും കൂടെയൊക്കെയാണ്. കാരണം പാല് കാച്ച സമയത്ത് കുറച്ച് ക്ലീനിങ്ങും പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ എനിക്ക് എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ആ കാര്യങ്ങളായിരുന്നു. അപ്പൊ ഫുള്ള് നീ ക്ലീൻ ചെയ്തെന്ന്. പിന്നെ ഫംഗ്ഷൻ്റെ അന്നായാലും ഫുഡിന്റെ അറേഞ്ച് എല്ലാം അവൻ നോക്കി. പിന്നെ ആരെയും വിളിച്ച് സ്ഥലം ചോദിച്ച എല്ലാ കാര്യം ഫുള്ളും നോക്കിയിട്ടുണ്ടായിരുന്നു. താങ്ക് യു. കൂടെ ഒന്ന് ഷോ ഇറക്കാതെ എൻ്റെ സത്യം പറയല്ലോ, കൂടെ ഒന്ന് ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്ത് എല്ലാവരും, എൻ്റെ വീട്ടുകാരായാലും ഞങ്ങളായാലും ഒന്നും എക്സ്പെക്ട് ചെയ്യൂല ഗൈസ്, ഒന്നും എക്സ്പെക്ട് ചെയ്യാതെ. കാരണം ആ ഒരു ടൈമിൽ എന്നെ കൊണ്ട് പറ്റുന്ന കാര്യം അതായിരുന്നു, ഹെൽപ്പ് ചെയ്യാവുന്നത്. ആ ഒരു ടൈമിൽ എന്നെ നല്ലപോലെ ഹെൽപ്പ് ചെയ്ത്. ഇതൊക്കെ കഴിഞ്ഞ ശേഷം എനിക്കൊരു ഹാർട്ട് ബ്രേക്ക് ഉണ്ടായി. ഹാർട്ട് ബ്രേക്ക് ഉണ്ടായ സമയത്ത് എനിക്ക് ഒട്ടും പറ്റില്ല, മെന്റലി ഫിസിക്കലി ഒന്നും ഞാൻ ഓക്കെ അല്ല. നിങ്ങൾ എന്നെ പറഞ്ഞു ചേച്ചി ഒരു പരിവായാലും ചേച്ചി എന്ത് ചിരിയൊന്നുമില്ല, പണ്ടത്തെ ഒരു ഇതില്ല, അങ്ങനെ ഇങ്ങനെയൊക്കെ എൻ്റെ അടുത്ത് പറയാം. അന്ന് ഞാൻ ഒട്ടും ഓക്കെ അല്ലായിരുന്നു, മെന്റലി ഓക്കെ അല്ലായിരുന്നു. അന്ന് ആ സമയത്ത് എൻ്റെ കൂടെ നിന്ന കുറച്ച് ആൾക്കാരുണ്ട്, അപ്പോൾ ഉൾപ്പെടെ കുറച്ച് ആൾക്കാർ ഇപ്പോഴും സ്റ്റിൽ ഐ ഹാവ്, അവർ കോൺസ്റ്റൻ്റ് ആയിട്ട് നിൽക്കുന്നുണ്ട്. അല്ലാതെ നിൽക്കാത്ത ആൾക്കാരും എൻ്റെ കൂടെ ഉണ്ട് കേട്ടോ. എന്ന് വെച്ചാൽ എൻ്റെ കൂടെ ഇവിടെ വന്നിട്ട് ചേച്ചി ചേച്ചി ഇങ്ങനെ വിളിക്കുകയും ചെയ്യും. ഫുള്ളും ഇങ്ങനെ എങ്ങനെ പറയാം ഗൈസ്, ഇങ്ങനെ ഒരു സൈഡിൽ നിന്ന് സിറിച്ചിട്ട് വലിക്കുകയും ചെയ്യും. വേറെ അവിടെ ചെന്നിട്ട് എനിക്ക് അറിഞ്ഞൂടാ ഗൈസ്, അമ്മ ഈ ഡുവൽ ക്യാരക്ടർ ഇല്ലേ, പറയാനുള്ള മുഖത്തേക്ക് പറയും, ഇങ്ങനെ ഡുവൽ ക്യാരക്ടറായിട്ട് എന്ന കുറേ ആൾക്കാരുണ്ട്. അവരൊന്നും ഇപ്പം എൻ്റെ ലൈഫില്ല, ഞാൻ എടുത്ത് കളഞ്ഞു. കാരണം എനിക്ക് അങ്ങനത്തെ ആൾക്കാർ എനിക്ക് താല്പര്യമില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സത്യം എവിടെയാണ്, ഞാൻ അവിടെ ഉറച്ചു നിന്നിട്ടുണ്ട്. അങ്ങനെ ഉറച്ചു നിന്നേ തന്നെ കുറെ അധികം ഏറ്റവും വലിയ തെറ്റെന്ന് പറയണത് അത് തന്നെയാണ്. ഞാൻ ഒരിടത്ത് നിലപാട് ഉറച്ചു നിന്നാണ്. അവൻ 2 വള്ളത്തിൽ നിന്ന് ചിലപ്പോൾ അത് ഇഷ്ടപ്പെട്ടേനെ. അപ്പോൾ അവൻ എൻ്റെ കൂടെ നിന്നു. അവനെല്ലാം കുറേ പേര് ഒരു സ്റ്റിൽ ഐ ഹാവ്, എനിക്ക് ഒരു വിരളിലുണ്ടാവുന്ന കുറച്ച് ആൾക്കാർ ഇപ്പോഴും എൻ്റെ കൂടെ നിൽക്കുന്നുണ്ട്. സത്യം ഞാൻ ഏത് ഭാഗത്താണ് ഞാൻ ലൈക്ക് എൻ്റെ കൂടെ നിൽക്കുന്നുണ്ട് ഇപ്പോഴും. 2 വള്ളത്തിൽ നിൽക്കണവരും ഉണ്ട്, അവിടെ പോയി ഒരു ഇത് പറഞ്ഞ് ഇവിടെ വന്ന് ഒരു ഇത് പറഞ്ഞ് അങ്ങനെ നിൽക്കണവരും ഉണ്ട്. ഇപ്പം ഇല്ല, ഇപ്പം ഞാൻ ലൈഫിൽ നിന്ന് എല്ലാവരും എടുത്ത് കളഞ്ഞ് ഓടിക്കൊള്ളാൻ പറഞ്ഞ് ഇങ്ങനെ പറഞ്ഞ് മേലെ എൻ്റെ ലൈഫിലോട്ട് വരുന്നത്, എൻ്റെ ഒരു കാര്യത്തിൽ ഇടപെടുന്നത് എനിക്ക് താല്പര്യമില്ല. ഇങ്ങനെയാണ് പറയുന്നതാണ് എൻ്റെ സ്വഭാവം. എനിക്ക് എൻ്റെ വെട്ടൊന്നും മുറി രണ്ടാണ്, അല്ലാതെ എനിക്കിങ്ങനെ ഒലിപ്പിച്ച് കൊഞ്ചിച്ചൊന്നും പറയാൻ എന്നെ കൊണ്ട് പറ്റൂല. അങ്ങനെ പറഞ്ഞതിന് ശേഷം എൻ്റെ അടുത്ത് നമ്മൾ കോൺസ്റ്റൻ്റ് ആയിട്ട് നിന്നു. അത് കഴിഞ്ഞ് എൻ്റെ കണ്ടീഷൻ വളരെ മോശമായി തുടങ്ങി. എനിക്ക് ഒട്ടും പറ്റാതായി. എനിക്ക് ഭയങ്കര ലൈക്ക് കോൺഫിഡൻസ് കുറവ്, ഭയങ്കര ബോഡി ഷേമിങ്ങിൻ്റെ എക്സ്ട്രീം ഞാൻ പോയി. എനിക്ക് ഭയങ്കര, അതായത് എനിക്ക് പുറത്തിറങ്ങാൻ പറ്റാനില്ല, എനിക്കടുത്ത് സംസാരിക്കാൻ പറ്റാനില്ലാത്തൊരവസ്ഥയായി. ഞാൻ പുറത്തിറങ്ങാറായി. അങ്ങനെ ഞാൻ തെറാപ്പിക്ക് പോയി സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങി. തെറാപ്പിക്ക് പോയപ്പോഴത്തേക്ക് എൻ്റെ അടുത്ത് തെറാപ്പിസ്റ്റ് പറഞ്ഞ് നിങ്ങൾ ഒരു പെയിനല്ല, അത്യാവശ്യം നല്ല അധികം മുറിവുകളുള്ള ഒരാളാണ്, നമുക്ക് ആ മുറിവുകൾ സ്വയം ഉണക്കാം, വേറെ ഒരാളുടെ ഹെൽപ്പില്ലാതെ, ഒരു ഫ്രണ്ടിൻ്റെയോ ഒരാളുടെ ഹെൽപ്പ്, വീട്ടുകാരുടെ പോലും സഹായം ഇല്ലാതെ നമുക്ക് മുറിവ് ഉണക്കാം. വെച്ചാൽ വീട്ടുകാർ സഹായിക്കും, അല്ല സഹായമില്ല, നമുക്ക് മുറിവ് ഉണക്കാമെന്ന് പറഞ്ഞു. ഞാൻ ആലോചിച്ചപ്പോൾ ശരിയാണ്, എൻ്റെ സ്വന്തം എനിക്കുണ്ടായ മുറിവുകൾ ഒരാളുടെ ഹെൽപ്പില്ല, ഞാൻ വേണം ഉണക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഞാൻ തെറാപ്പി സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഞാൻ മീനാക്ഷി വിളിച്ചു പറഞ്ഞു, മീനു നീ ഇങ്ങനെ തെറാപ്പി സ്റ്റാർട്ട് ചെയ്യണം, ഇനി ഞാൻ എൻ്റെ ഒരു പേഴ്സണൽ കാര്യം നിൻ്റെ അടുത്ത് പറയൂല, നിൻ്റെ കാര്യങ്ങൾ എൻ്റെ അടുത്ത് പറയാം, നീ എൻ്റെ ഒരു പേഴ്സണൽ കാര്യം എൻ്റെ അടുത്ത് ചോദിക്കരുത്. ഇത് കണക്ക് എൻ്റെ ഗോപികയും വിളിച്ചു പറഞ്ഞു. സെയിം അപ്പു വേറെ കൂടെ ഉണ്ടായിരുന്ന 2-3 പേരുടെ അടുത്തൊക്കെ ഞാൻ വിളിച്ച് പറഞ്ഞ്. അപ്പോഴും ഞാൻ പറഞ്ഞെടാ ഞാൻ കുറച്ച് ബ്രേക്കിലാണ്, നീ ഇങ്ങനെ തെറാപ്പിയിലായിരുന്നു പറഞ്ഞില്ല, ഞാൻ ഇങ്ങനെ ഒരു ബ്രേക്കിലാണ്, ഞാനിനി അങ്ങനെ വിളിക്കുകയൊന്നുമില്ല, ഞാൻ ഇനി സംസാരിക്കുകയൊന്നുമില്ല, വിളിച്ചാലും എന്തെങ്കിലും ഹൈ ബൈ അല്ലെങ്കിൽ എന്തെങ്കിലും നമുക്ക് എല്ലാം വെച്ച് കാണാം, കുറച്ച് ടൈം എനിക്ക് വേണം, അത്യാവശ്യം നല്ല മുറിവുണ്ട്. അപ്പോൾ അവൻ പറഞ്ഞ് ടേക്ക് യുവർ ടൈം, നിൻ്റെ മുറിവൊക്കെ ഉണക്ക്, നീ നല്ലപോലെ നീ ഇന്ന് കരയണമെന്നുണ്ടെങ്കിൽ നാളെ നീ സന്തോഷിക്കണം, ഒരു ദിവസം വരും എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ ലാസ്റ്റ് കോൾ വയ്ക്കണത്. അതിനുശേഷം ഞാൻ പുറത്തിറങ്ങാറില്ല. അതായത് പുറത്തിറങ്ങാറില്ല മീൻസ് ഞാൻ എറണാകുളത്ത് പോവാറില്ല, ഞാൻ എൻ്റെ ഫ്രണ്ട്സിൻ്റെ അടുത്ത് പോകാറില്ല, എൻ്റെ ഫ്രണ്ട് സർക്കിളിൽ പോകാറില്ല, ഞാൻ ഒരിടത്തും പോകാറില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ എനിക്ക് എൻ്റെ മുറിവുകൾ എനിക്ക് സ്വയം ഉണക്കണം. അപ്പോഴാണ് ഞാൻ കുറേ കമൻറ്റ് കണ്ടത്, ഗംഗ ശരണ്യായിട്ട് അടിച്ചു പിരിഞ്ഞ്, ഗംഗ അവരുമായിട്ട് അടിച്ചു പിരിഞ്ഞ്, ഇവരുമായിട്ട് അടിച്ചു പിരിഞ്ഞ്. ഞാൻ ഇങ്ങനെ ഇരിക്കുക. പിന്നെ എനിക്ക് വയ്യതെന്ന് പറഞ്ഞ് നടക്കാൻ വേണ്ടിയിട്ട്, എന്നാൽ അതിൻ്റെ ആവശ്യമില്ല. നമുക്കറിയാലോ നമ്മൾ ഏത് പെയിനിൽ കൂടെയാണ് പോണത്, നമ്മൾ എന്തുമാത്രം തരിപ്പണയിരിക്കുകയാണെന്ന് നമുക്കറിയാലോ. സോ അങ്ങനെ തെറാപ്പിയൊക്കെ സ്റ്റാർട്ട് ചെയ്ത് അങ്ങനെയൊക്കെ പോയി ഞാൻ മുറിവുകൾ ഉണക്കി സീരിയസ്ലി ഗൈസ്. അല്ല എനിക്ക് ഇപ്പോഴും പ്രൗഡാണ് സ്വന്തമായിട്ട് മുറിവ് ഉണക്കിയെന്ന് ആലോചിക്കുമ്പോഴേക്കും. ഇപ്പോഴും
ഭയങ്കര പ്രൗഡാണ്. ഞാൻ തെറാപ്പി ലൈക്ക് സ്റ്റിൽ ഞാൻ തെറാപ്പിക്ക് പോകുന്നുണ്ട്. ലൈക്ക് ആ തെറാപ്പിക്ക് നടന്നുകൊണ്ടിരുന്ന സമയത്ത് ഞാൻ ഒരുവിധം ഓക്കെ ആയി, പുറത്തിറങ്ങാൻ ഒരു ഇതായി, കോൺഫിഡൻസ് ആയി, ഞാൻ ഓക്കെ. നമ്മൾ അങ്ങനെയല്ലേ ചില സമയത്ത് നമ്മുടെ ലൈഫിൽ നമ്മൾ എക്സ്പെക്റ്റ് പോലും ചെയ്യാത്ത മുറിവുകളും വലിയ പ്രശ്നങ്ങളും നമ്മുടെ ലൈഫിലുണ്ടാവും. നമ്മൾ വിചാരിക്കാത്ത പോലെയാണ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത് ഓരോ മനുഷ്യൻ്റെയും. പിന്നെ ചില ആൾക്കാരെന്ന് പറയുന്നത് ദൈവത്തിന് മുകളിലാണ് എന്ന് നിൽക്കുന്ന ആൾക്കാരുണ്ട്. അവരൊന്നും എനിക്കൊന്നും പറയാൻ വയ്യ. ഞാൻ പറഞ്ഞത് ഞാൻ ജസ്റ്റ് പറഞ്ഞുള്ളൂ, എല്ലാം തികഞ്ഞ ആൾക്കാരുണ്ട്, അങ്ങനെ വിചാരിക്കുന്നുണ്ട്. പക്ഷെ അങ്ങനെയല്ല, ഞാനിത് എൻ്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത്, ജസ്റ്റ് എ മനുഷ്യൻ എന്നുള്ള രീതിയിൽ ഞാൻ പറഞ്ഞതാണ്. അങ്ങനെ ഞാനൊരു തെറാപ്പിക്കൊക്കെ പോയി എൻ്റെ പരിപാടിയൊക്കെ കഴിഞ്ഞതിന് ശേഷം എനിക്കൊരു എഡിറ്റർ ഉണ്ടായിരുന്നു. ഈ അപ്പൂനിലോട്ട് ലീഡ് ചെയ്യുന്ന കാര്യമാണ് ഞാൻ പറയുന്നത്. എനിക്കൊരു എഡിറ്റർ ഉണ്ടായിരുന്നു. അപ്പോൾ ആ എഡിറ്റർ എന്ന് പറയുന്നത് പുള്ളിക്ക് പ്രത്യേകിച്ച് ജോലി ഒന്നുമില്ല. പുള്ളി എവിടെയെങ്കിലും അങ്ങനെ ഇരിക്കുന്ന ഒരാളാണ്. അപ്പോൾ എനിക്കിങ്ങനെ ജോലിയൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ ചോദിച്ചു, എഡിറ്റ് ചെയ്യുമോ, എൻ്റെ വീഡിയോ എഡിറ്റ് ചെയ്യുമെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു എഡിറ്റ് ചെയ്യാൻ. ഞാൻ നല്ലൊരു ഒരു സാലറിയും കൊടുത്ത് ഒരു എഡിറ്ററിനെ വെച്ച്. പിന്നെ എന്തെന്ന് വെച്ചാൽ ഈ പുള്ളിക്കാരൻ കുറച്ച് കഴിഞ്ഞപ്പോൾ എൻ്റെ അടുത്ത് പറയണം, നീ ഇന്നലെ വീഡിയോ ഇട്ടതല്ലേ ഉള്ളൂ, ഇനി നീ 2 ദിവസം കഴിഞ്ഞ് വീഡിയോ ഇട്ടാൽ മതി. ഇങ്ങനെ പറയണം, നീ 2 ദിവസം കഴിഞ്ഞ് വീഡിയോ ഇട്ടാൽ മതി എന്ന് പറഞ്ഞു. അപ്പം ഞാൻ ചോദിച്ചത് എന്തൊരു പാട്, എന്തൊരു എൻ്റെ ചാനൽ ഇത് ആടാ പുള്ളിയുടെ ചാനലാണെന്ന് എനിക്ക് തോന്നി. അതായത് പുള്ളിക്കാരൻ തീരുമാനിക്കും ഞാൻ എപ്പം വീഡിയോ ഉണ്ടെന്നുള്ളത്. അപ്പം ഞാൻ പറഞ്ഞു വേണ്ട, എനിക്ക് താല്പര്യമില്ല നിങ്ങളോട്ട് വർക്ക് ചെയ്യാൻ. അതുകൊണ്ട് നമ്മൾ പഴഞ്ചൊല്ലുകളിൽ എന്തായാലും പാല് കൊടുത്ത കഴിക്കാനെ കുത്തിയുന്ന അങ്ങനത്തെ ഒരു സംഭവം ഒരു പുള്ളിക്കാരൻ. എന്നിട്ട് ഞാൻ പിന്നെ വേറൊരു എഡിറ്ററിനെ തപ്പി. എനിക്ക് മലപ്പുറത്തുനിന്ന് ഒരു എഡിറ്ററിനെ കിട്ടി. മലപ്പുറത്തുനിന്ന് എഡിറ്ററിനെ കിട്ടിയപ്പോൾ ഞാൻ ട്വിസ്റ്റ് ഗൈസ്, ക്യാമറയും മാറ്റി ഒടുക്കത്തെ ക്വാളിറ്റി ഉള്ള സാധനമായി. എനിക്കിത് അയച്ചു കൊടുക്കാൻ ഭയങ്കര പാട്. ദിവസവും നല്ല GB വേണം അയച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ സമയം എടുക്കും. കാരണം കറക്റ്റ് സമയത്ത് വീഡിയോ ഇടാൻ പറ്റാനുള്ള വീഡിയോസിൻ്റെ കുറഞ്ഞ് ഗൈസ്. അപ്പോഴാണ് അപ്പു ഇങ്ങനെ എഡിറ്റിങ് പഠിച്ചിറങ്ങി, അല്ലെങ്കിൽ അപ്പു ഇങ്ങനെയാണെന്ന് മീനാക്ഷി വഴിയാണ് ഞാൻ അറിയണം. മീനാക്ഷി അപ്പുവും ഇവരൊക്കെ ആയിട്ട് എല്ലാവരും നല്ല കോണ്ടാക്റ്റാണ്. ഞാനാണ് ഞാൻ മാറി നിന്നത് എനിക്ക് എൻ്റേതായിട്ടുള്ള റീസൺസ് ഉണ്ട്. ആ മാറി നിന്നതിൽ ഇന്നും ഞാൻ സന്തോഷിക്കുന്നു എന്നുള്ളതാണ് കാര്യം. മാറുന്നുണ്ട് എനിക്ക് പലരുടെയും തനി ഗുണങ്ങൾ എനിക്കറിയാൻ വേണ്ടിയിട്ട് പറ്റി. അപ്പം അതുകൊണ്ട് ഞാൻ മീനാക്ഷിൻ്റെ അടുത്ത് അപ്പം ഞാൻ അങ്ങനെ അപ്പുനെ വിളിച്ചപ്പോൾ അപ്പം ഞാൻ എഡിറ്റ് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചു. അപ്പോൾ ഈ പുള്ളിക്കാരൻ പറയും ഞാൻ പറഞ്ഞു, എൻ്റെ അടുത്ത് വിളിച്ച് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, ഇത് ഇപ്പം ആര് എഡിറ്റ് ചെയ്തോണ്ടിരിക്കണം, ആ പുള്ളി തന്നെ എഡിറ്റ് ചെയ്യട്ടെ. കാരണം ഇനി വന്നിട്ട് വേറൊരു പ്രശ്നം ഉണ്ടാകുന്നുള്ള മറ്റേ എഡിറ്റിംഗ് ഒക്കെ തട്ടിപ്പിടിച്ച അങ്ങനെയൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാവും ഈ ഉള്ള ഏരിയയിലോട്ടാകുമ്പോ മനുഷ്യരുടെ ഇടയിൽ. അതുകൊണ്ട് ഞാൻ പറഞ്ഞു വേണ്ട, അതിന്റെ ആവശ്യമില്ല, അയാൾ തന്നെ എഡിറ്റ് ചെയ്യട്ടെ. പിന്നെ ഞാൻ പറഞ്ഞു എന്നൊക്കെയാണ് നടന്നത്, പറ്റുമെങ്കിൽ നീ എഡിറ്റ് ചെയ്യും, ഇല്ലെന്നുണ്ടെങ്കിൽ വേറൊരു ഇപ്പം പഠിച്ച ആരെങ്കിലും ഉണ്ടെങ്കിൽ എഡിറ്റ് ചെയ്യാൻ താല്പര്യമുള്ള ആരെങ്കിലും ഇങ്ങോട്ട് ഇട്, നീ എന്നെ വേണമെന്നില്ല ഇങ്ങനെ പറഞ്ഞു. കാരണം ഞാൻ എഡിറ്റ് ചെയ്യടാ പറ്റുമോ ചോദിക്കുമ്പോൾ ഇല്ലടി നീ കൊടുത്തു ഒരേ കൂടെ എന്ന് പറയുമ്പോൾ എനിക്ക് ദേഷ്യം. കാരണം എനിക്കിങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. കാരണം ഞാൻ എഡിറ്റ് ചെയ്താൽ ശരിയാവുമോ, അങ്ങനെയൊക്കെ കുറെ സംഭവങ്ങളുണ്ടായിരുന്നു. പക്ഷെ പിന്നീട് ഒരു പോയിന്റിൽ ഞാൻ നോക്കിയപ്പോൾ എനിക്ക് പൈസയ്ക്കും കുറച്ച് ആവശ്യമുണ്ടായിരുന്നു. ഞാൻ ആദ്യം ഇവിടെ കുറച്ച് വീഡിയോസൊക്കെ കണ്ട് നോക്കിയിട്ട് ഞാൻ അതുപോലെ ചെയ്ത് കാണിച്ച് എടി ഓക്കെ ആണോന്ന് ചോദിച്ചു. എനിക്ക് ഓക്കെ ഓക്കെ. പിന്നെ എല്ലാ വീഡിയോസും ഞാൻ അങ്ങനെയല്ല. ഇപ്പൊ ചില ആൾക്കാരൊക്കെ പറയുമ്പോൾ പ്രോ അങ്ങനെയല്ല. നമുക്കൊരാൾക്ക് കഴിവുണ്ടെന്ന് നമുക്ക് ചിലപ്പോൾ തോന്നുമല്ലോ, കാലിബർ ഉണ്ടെന്ന് തോന്നി നമ്മൾ കൊടുക്കണം. അപ്പൊ പുള്ളി നന്നായിട്ട് ചെയ്യണമുണ്ട്. പിന്നെ പുള്ളി നന്നായിട്ട് ചെയ്തു. പിന്നെ പുള്ളിക്ക് പുറത്തുനിന്നൊക്കെ വർക്ക് കിട്ടി, സെറ്റായി കുറെ വർക്കുകളൊക്കെ കിട്ടി. പിന്നെ പുള്ളി സ്വന്തമായിട്ട് ലാപ്പൊക്കെ എടുത്ത് പിന്നെ വിളിച്ചൊക്കെ പറഞ്ഞ ലാപ്പ് എടുത്തെന്നൊക്കെ ഉള്ള കാര്യം. കാരണം അന്ന് ഇവള് ആ ഒരു ഇത് പറഞ്ഞത് കൊണ്ടാണ് ഞാൻ എഡിറ്റിംഗ് ആ ഫീൽഡിലോട്ട് തന്നെ ഇറങ്ങണത്. അല്ലെങ്കിൽ ഞാൻ ഇറങ്ങത്തോലില്ലായിരുന്നു. പഠിച്ചിട്ട് എനിക്ക് എന്താ ലാപ്പ് വാങ്ങാൻ പോലും പൈസ ഇല്ലാത്തൊരവസ്ഥയായിരുന്നു. പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല, ഒരു ലാപ്പ് വാങ്ങാൻ പോലും ഒരവസ്ഥയിലായിരുന്നു ഗംഗയുടെ ഭാവി വരൻ. കാരണം ഞാൻ എപ്പോഴും ലൈഫിൽ അത് കടപ്പെട്ടിരിക്കും. ഇത്രയൊക്കെ വേണോ? ഓക്കെ, എനിക്ക് ഒരുപാട് കടപ്പാടുണ്ട്, അന്ന് പറഞ്ഞാൽ തീരില്ല. ഓക്കെ, അങ്ങനെ അപ്പോൾ എഡിറ്റിങ് തുടങ്ങി. അപ്പോൾ എഡിറ്റിംഗ് തുടങ്ങുന്ന സംഭവം വെച്ചാൽ ഞാൻ വീഡിയോ എടുക്കുന്നു, SSD നേരെ കൊണ്ടു കൊടുക്കുന്നു. അല്ലെങ്കിൽ എനിക്ക് ഇവിടെ ഞാൻ ഇല്ലാത്ത സമയമാണെന്നുണ്ടെങ്കിൽ, എനിക്ക് അവൈലബിൾ ആവാൻ പറ്റുന്ന സമയമാണെങ്കിൽ ഞാൻ അക്കുനെ ആരെങ്കിലും ഒരു ഓട്ടോ വിളിച്ച് വീടിൻ്റെ അവിടെ കൊണ്ട് കൊടുക്കും, അല്ലെന്നുണ്ടെങ്കിൽ വിഴിഞ്ഞത്ത് കൊണ്ട് കൊടുക്കും. തിരിച്ചതണക്ക് ഒരു ഓട്ടോ കയറ്റി അപ്പു വിടും. അങ്ങനെയാണ് പരിപാടി എന്ന് പറയണത്. ഞാൻ എന്തോന്ന് കാരണം ഇതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് വീഡിയോസ് എടുത്തിട്ട് ഒരുമിച്ചാണ് കൊണ്ടു തരണത്. അപ്പൊ അതാണ് എളുപ്പം. കാരണം മറ്റേത് നമുക്ക് അയച്ചു തരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പൊ അങ്ങനെ എഡിറ്റിങ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കൊടുത്ത് അങ്ങനെയാണ് പിന്നെ നമ്മൾ ഇതാണ്. പക്ഷെ ആ സമയത്ത് പേഴ്സണൽ കാര്യത്തിൽ ഇടപെടരുത്, അല്ലെങ്കിൽ അത് സംസാരിക്കേണ്ടെന്ന് പറഞ്ഞിട്ട് പുള്ളിക്കാരൻ്റെ അടുത്ത് ഒരു വാക്ക്
സുഖമാണെന്നൊന്നും ചോദിക്കാൻ ഒരു കാര്യം എൻ്റെ അടുത്ത് ചോദിക്കില്ല. ഞാൻ വിചാരിക്കുന്നത് സുഖമാണെന്ന് ചോദിച്ചാൽ പേഴ്സണൽ കാര്യമാണെങ്കിൽ അതുകൊണ്ട് പുള്ളിക്കാരൻ്റെ അടുത്ത് ചോദിക്കില്ല. കാർഡ് വാങ്ങും മറ്റു മിണ്ടാതെ ഉരിയാടാതെ പോകണമെന്ന് പറയില്ല. അത് എനിക്ക് കാർഡ് വാങ്ങുന്നു മിണ്ടാതെ ഉരിയാടാതെ പോയി. പിന്നെ ഒരു ദിവസം അപ്പൂൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞു ലൈക്ക് SSD ഉള്ള സമയത്ത് അപ്പൂൻ്റെ അടുത്ത് അപ്പു ഞാൻ വിഴിഞ്ഞത്തുണ്ട്, എനിക്കൊരു സ്പോട്ടുണ്ട് വിഴിഞ്ഞത്ത്, ഞാനിങ്ങനെ കടൽ നോക്കിയിരിക്കും, എൻ്റെ സങ്കടങ്ങളും എൻ്റെ ലൈക്ക് ഇങ്ങനെ എന്തോ ഇങ്ങനെ ആലോചിച്ചിരിക്കും. എനിക്കത് ഭയങ്കര ഇഷ്ടമാണ് അവിടെ ഇരിക്കാണ്ട്. അപ്പം ഞാൻ അപ്പോഴോട് എടാ ഞാൻ ഇവിടെ ഇരിപ്പുണ്ട്, നീ ഇങ്ങ് വരൂ കുറച്ച് സംസാരിക്കാണെന്ന് പറഞ്ഞു. ഞാൻ അപ്പൂനെ വിളിച്ചിട്ട് പറഞ്ഞു എനിക്ക് ഡ്രൈവിങ് ഒന്നുകൂടെ തുടങ്ങണം, എനിക്കല്ലേ ഡ്രൈവിങ് പഠിക്കണമെന്ന് പറഞ്ഞായിരുന്നു. സ്കൂട്ടിയുടെ ലൈസൻസ് ഉണ്ട്, അപ്പം കാറും എവനാണ് എന്നെ തുടക്കം. എനിക്ക് ഓൾറെഡി 800 ഉണ്ടായിരുന്ന സമയത്ത് എവനാണ് എന്നെ പഠിപ്പിച്ചുകൊണ്ടിരുന്നത്. എവനല്ല ഒരു കൂട്ടം ആൾക്കാർ വരുന്നു എന്നെ ഡ്രൈവിങ് പഠിപ്പിക്കാൻ വേണ്ടി. എവനാണ് എനിക്ക് പറഞ്ഞാൽ എവൻ ഭയങ്കര സമാധാനത്തിൽ പറഞ്ഞത്. അതായത് ഡംബ് ഇങ്ങനെ പറയില്ലേ, നീ എന്തൊരു കഴുത, നിനക്ക് ഒന്നും അറിഞ്ഞൂടി, നിനക്ക് ബ്രേക്ക് എന്തായിരുന്നു അറിയാം, സ്വിച്ച് എന്തായിരുന്നു അറിയാം, ഇങ്ങനെയൊക്കെ പറയുമ്പോഴത്തേക്ക് നമുക്ക് തോന്നും ഞാൻ യൂട്രസിൽ കിടന്നപ്പോഴേ ഡ്രൈവിങ് പഠിക്കാനുള്ളത്. അങ്ങനെ ട്രീറ്റ് ചെയ്യുമ്പോൾ എനിക്ക് പറ്റൂല. കാരണം എൻ്റെ ലൈഫിലൊന്നും എനിക്ക് ഒന്നും പഠിക്കാൻ. കാരണം ഒരാള് ആ സിറ്റുവേഷനിലോട്ട് പോകുമ്പോ നമ്മൾ എന്തെങ്കിലും ഇങ്ങനെ പറഞ്ഞോണ്ടിരുന്ന ഫുൾ ബ്ലാങ്ക് ഔട്ട്. നമുക്ക് ഭയങ്കര ടെൻഷൻ ആയിരിക്കും. എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്, ഞാൻ എൻ്റെ ഇരിക്കുമ്പോൾ എനിക്ക് ഹൈറ്റ് 800 ഇല്ല, ഇങ്ങനെ എത്തൂല, ഞാൻ ഇങ്ങനെ ഇരുന്നാണ് വണ്ടിയിൽ ഓട്ടിക്കണം, കുള്ളത്തിയല്ലേ ഞാൻ, അതുകൊണ്ട് ഞാൻ ഇങ്ങനെയാണ് വണ്ടി ഓട്ടിക്കണത്. അപ്പം ഞാൻ എന്താ വെച്ചാൽ ആമസോണിൽ നിന്ന് ബാക്കിലിടാൻ വേണ്ടി ഒരു കുഷൻ വാങ്ങിച്ചു. ആ കുഷൻ്റെ പ്രത്യേകത നല്ല തണുപ്പുള്ള കുഷനാണ്. അപ്പം അപ്പു പഠിപ്പിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേക്ക് വേറൊരു പുള്ളിക്കാരൻ പറഞ്ഞ് ഇന്ന് ഞാൻ പഠിപ്പിക്കും. അപ്പോഴേ ഞാൻ സ്പോട്ടിൽ ചത്ത്. എനിക്ക് ഇങ്ങനെ എന്തോ പറയാം, എൻ്റെ അച്ഛനൊക്കെ പണ്ട് എന്നെ പഠിപ്പിക്കുമായിരുന്നു ABCD ഒക്കെ. എനിക്ക് ആ ഒരു സൈഡിലോട്ടായി. ഞാൻ ഭയങ്കര പേടിയാണ് എനിക്ക് പഠിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ വണ്ടി ഇങ്ങനെ ഓട്ടിക്കണം, ഈ പുള്ളിക്കാരൻ എന്നെ വഴക്ക് ബ്രേക്ക് ചവിട്ട്, ആക്സിഡൻറ്റ് ഓട്, ഗിയറാട്, ഒന്നത് ഗിയർ എനിക്ക് ഹാൻഡ് ബ്രേക്കും ഗിയർ എനിക്ക് പേടിച്ച് എങ്ങനെയെന്നറിയാം, ഞാൻ വിയർത്തൊലിച്ച് എൻ്റെ കണ്ണീരൊക്കെ. അതായത് ഞാൻ തകർന്നു പോയി ഗൈസ്. ട്വിസ്റ്റ് എന്താണെന്ന് വെച്ചാൽ ഡ്രൈവിംഗ് ക്ലാസ് കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് മതിയാണ്. അങ്ങനെ ഞാൻ പറഞ്ഞു അപ്പു നീ പഠിപ്പിക്കാൻ പറ്റുമെങ്കിൽ നീ പഠിപ്പിക്കുക, വേറെ ആരും എന്നെ ഇനി പഠിപ്പിക്കാൻ വരരുത്. ഞാൻ ആ സീറ്റിൽ നിന്ന് എണീറ്റപ്പോഴത്തേക്ക് എൻ്റെ ബാക്ക് തണുക്കാൻ വാങ്ങിച്ച് വെച്ചിരുന്ന സാധനം എൻ്റെ ശരീരത്തിൻ്റെ ചൂടടിച്ച് അത് പൊട്ടി. അങ്ങനെ വേറൊരു കാര്യം പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സമയത്ത് അവൾ ലേണേഴ്സ് എടുത്തിട്ടുണ്ട്, വേറെ ഡ്രൈവിംഗ് ക്ലാസ്സിനും പോകണമുണ്ട്. എന്നല്ലേ അത് പ്രശ്നമായിട്ട് വരും. ഞാൻ ഡ്രൈവിംഗ് ക്ലാസ് എനിക്ക് ലേണേഴ്സും ഉണ്ട്. അപ്പോഴാണ് പഠിപ്പിക്കാൻ വന്നത്. അപ്പം അങ്ങനെ അതിനുശേഷം ഞാൻ പിന്നെ ഡ്രൈവിംഗ് പഠിച്ചില്ല. കാരണം തമ്പുരാനേ, ഞാൻ വേറെ എവിടെയെങ്കിലും ആരെങ്കിലും വച്ച് പഠിച്ചോളാം. ഞാൻ പൈസ കൊടുത്താണ് ഞാൻ പഠിച്ചുകൊണ്ടിരുന്നത്. കാരണം എനിക്കിഷ്ടമല്ല ഇങ്ങനെ ഫ്രീ ആയിട്ടൊന്നും പഠിപ്പിക്കാൻ, എനിക്കിഷ്ടമല്ല. അതൊരു ഒരാളെ ടൈം എനിക്ക് വേണ്ടിയിട്ട് തരുമ്പോൾ അത് നമ്മളൊരു ഇത് കൊടുക്കണം, അതിനൊരു ഇത് കൊടുക്കണം എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. സത്യം. കാരണം എന്ത് ആവശ്യത്തിന് വിളിച്ചാലും എനിക്ക് കറക്റ്റ് പേയ്മെന്റ് തന്നിട്ടുണ്ട്. അതായത് മീൻസ് എഡിറ്റിങ്ങിൻ്റെ ആയാലും ഈ ഡ്രൈവിംഗ് പഠിപ്പിച്ചാലും ഞാൻ ആ സമയത്ത് പൊന്നെ ഇപ്പോഴന്നെ 5 പൈസ ഞാൻ തരില്ല കേട്ടോ. എഡിറ്റിംഗ് അല്ല ഇത് മറ്റേത് ഡ്രൈവിങ്. തൻ്റെ ഉത്തരവാദിത്തമാണ് ഞാൻ ഡ്രൈവിംഗ് പഠിക്കണമെന്നുള്ളത്. അപ്പം അതുകൊണ്ട് ഞാൻ അന്നത്തോടെ ഡ്രൈവിംഗ് പഠിത്തം നിർത്തുകയാണ്. കാരണം എനിക്ക് ഭയങ്കര പാനിക്കായി കഴിച്ച്, എനിക്ക് ഭയങ്കര പേടിയായി പോയി പഠിക്കാൻ വേണ്ടിയിട്ട്. ഭയങ്കര പേടിയായി പോയി, വിയർത്ത്. എനിക്ക് ഇപ്പോഴും ഓർമ്മ ഞാൻ ചത്ത അന്നത്തെ ദിവസം. സിറ്റുവേഷൻ മനസ്സിലാക്കിയാൽ മതി. കാരണം നമ്മളിപ്പം പേടിപ്പിക്കും തോറും അവർക്ക് ഭയങ്കര പേടിയാണ്, ഞാൻ ചെയ്താൽ ശരിയാവോ. അന്നത്തോടെ ഞാൻ ഡ്രൈവിംഗ് നിർത്തി. അങ്ങനെ അപ്പൂനെ തന്നെ കഴിഞ്ഞ് പറഞ്ഞേട്ടാ എനിക്ക് ഒന്നുകൂടെ ഡ്രൈവിംഗ് കണ്ടിന്യൂ ചെയ്യണം. പക്ഷെ വണ്ടിയില്ല. അപ്പം അതൊക്കെ ഒരു പ്ലാൻ ചെയ്യണുണ്ടായിരുന്നു. ഞാൻ വണ്ടി ഒന്ന് സെറ്റ് ചെയ്യണം, അതിന് ശേഷം പഠിക്കണമെന്നൊക്കെ ഉള്ള കാര്യങ്ങൾ. അങ്ങനെ നമ്മൾ പിന്നെ ഇങ്ങനെ കാണും, സംസാരിക്കും. ഞാൻ പറയാം പാടാ നമുക്ക് ചായ കുടിക്കാം, അല്ലെങ്കിൽ ഫുഡ് കഴിക്കാൻ പോടാ, SSD കൊണ്ട് എടുക്കാൻ പോണ സമയത്തൊക്കെ. പിന്നെ അപ്പു SSD എടുക്കുക ഇവിടെ വരും, ഇവിടെ വീട്ടിൽ വരും. പിന്നെ അമ്മ എല്ലാവരുമായിട്ട്. പിന്നെ അപ്പൂന് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. അപ്പു എന്ന് വെച്ചാൽ എല്ലാവർക്കും, എൻ്റെ അമ്മയ്ക്കായാലും മാളൂനായാലും അക്കുനവിക്കായാലും ഭയങ്കര കാര്യമാണ് അപ്പൂൻ്റെ അടുത്ത്. കാരണം നമ്മളെ അവസ്ഥ അപ്പൂനറിയായിരുന്നു, ഞങ്ങൾ ഏത് സിറ്റുവേഷൻ. അപ്പോൾ അതിൻ്റെ ഒരു പരിഗണന തരും. പരിഗണിക്കപ്പെടുമ്പോഴാണ് ഏത് മനുഷ്യനും സന്തോഷത്തോടെ പൂർണ്ണമായി ചിരിക്കാൻ പറ്റുന്നതെന്ന് കേട്ടിട്ടില്ല. അത് കണക്ക് ഒരു പരിഗണന തരുന്ന ഒരു വ്യക്തിയാണ് പുള്ളിക്കാരൻ. ഭയങ്കര ഇഷ്ടമാണ്, ഞങ്ങൾക്ക് ഭയങ്കര കാര്യമാണ്. പിന്നെ ഇപ്പം അപ്പു ഞാൻ കാറ് റെൻറ്റിന് എടുത്തിട്ട് എനിക്കിവിടെ ഒരു ഡ്രൈവറുണ്ട്, ഒരു കൊച്ചെന്ന് പറയുമ്പോൾ 15 വയസ്സുള്ള കൊച്ചല്ല, എനിക്ക് 26 വയസ്സ്, ആ കൊച്ചിന് 21 വയസ്സുണ്ട്. അപ്പം ആ കൊച്ചാണ് വണ്ടിയെ കൊണ്ട് വരണത്. അപ്പം അതിൻ്റെ പ്രൈവസി റെസ്പെക്ട് ചെയ്തുകൊണ്ടാണ് കൈസ് ആ കൊച്ചിനെ ഞാൻ കാണിക്കാത്ത. അല്ലെങ്കിൽ എന്നെ വീഡിയോ കാണിച്ചതിനെന്ന് അറിയാമോ, അവന് പറ്റൊരു ഗെറ്റ് റെഡിയൊക്കെ ഞാൻ ചെയ്തേനെ, നമ്മളെന്ന് ഇവിടെ പോകണമെന്നൊക്കെ പറഞ്ഞു. അപ്പം അതുകൊണ്ട് ഇല്ലാത്ത സമയത്ത് ഒരിക്കൽ ഞാൻ മാളൂൻ്റെ എക്സാം ആയതുകൊണ്ട്
രാവിലെ പോകണം. അപ്പം ഞാൻ ചോദിച്ചു, അപ്പോൾ നിനക്കൊന്ന് വരാൻ പറ്റുമോ, കാർ എടുത്തിട്ടുണ്ട്, നിനക്കൊന്ന് വരാൻ പറ്റുമോ എന്ന് ചോദിച്ചു. ഗവൺമെന്റ് നമ്മൾ രാജധാനിയിൽ പോയത്. ഞാൻ അങ്ങനെ വിളിച്ച് എക്സാമൊക്കെ ഇതിനാകാൻ രാജധാനി മറ്റെടുത്താ രാജധാനി അല്ലല്ല മറ്റെടുത്താണല്ലേ. എവിടെ ആയിക്കോട്ടെ, എവിടെ ഒരിടത്ത് വന്ന് എക്സാമിന് വന്നു. അപ്പുവാണ് എക്സാമിനൊക്കെ ഉണ്ടാക്കി തിരിച്ചു വന്നു. അങ്ങനെ ഞങ്ങൾ ഒരു എന്താ പറയാ ഒരു വൈബല്ലേ, സെറ്റായി. പിന്നെ ഒരിക്കലാണ് പിന്നെയാണ് ഞാൻ അറിയുന്നത് ലൈക്ക് എന്തോന്ന് ഈ പുള്ളിക്കാരൻ്റെ എക്സ് വൈഫ് കല്യാണം കഴിഞ്ഞ് പോയ കാര്യമൊക്കെ പുള്ളിക്കാരൻ പറഞ്ഞ് ഞാൻ അറിഞ്ഞിട്ടില്ല, പുള്ളിക്കാരൻ പറയാറില്ല. ഞാൻ പുറത്തുനിന്ന് കോമൺ ഫ്രണ്ട് വഴി പറഞ്ഞാണ് ഞാൻ അറിയുന്നത്, എന്നിട്ട് ഞാൻ അന്നൊന്നും ഞാൻ ചോദിച്ചിട്ടില്ല, ഞാൻ ഒന്നും വേണ്ടിയിട്ടില്ല. കാരണം പറയാൻ താല്പര്യമില്ലാത്തൊരു വിഷയം ഞാൻ അങ്ങോട്ട് ചോദിച്ച് വിഷമിപ്പിക്കണം, അത് വളരെ വൃത്തികെട്ട കേസാണ്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞാൻ അപ്പൂൻ്റെ അടുത്ത് ഒരു ദിവസം ഞാൻ അപ്പൂനെ കണ്ടപ്പോൾ ഞാൻ പറഞ്ഞു, അപ്പൂ എനിക്കൊരു പ്ലാനുണ്ട്. കാരണം അത് എങ്ങനെ അതിൻ്റെ തുടക്കം എന്ന് വെച്ചാൽ, ഞാനൊരു ഇൻസ്റ്റഗ്രാമിൽ റീൽ അയക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു മോഡലിൽ നീ റീൽ അയച്ച് തരുമോ എന്ന് ചോദിക്കാൻ വേണ്ടിയിട്ട് ഈ പുള്ളിക്കാരൻ്റെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് ഞാൻ സെർച്ച് ചെയ്യണം, റീൽ ഷെയർ ചെയ്യാൻ കാണാനില്ല. അപ്പം ഞാൻ വിളിച്ച, അപ്പൂ എടാ നിന്നെ ഇൻസ്റ്റയെ നോക്കിയിട്ട് കിട്ടാനില്ല, എനിക്ക് റീൽ അയക്കാണ്ട് ഞാൻ വാട്സപ്പ് അയച്ചിട്ടുണ്ടേ എന്ന് പറഞ്ഞു. ഇപ്പോഴത്തെ അപ്പം പറഞ്ഞേടി എനിക്ക് ഇൻസ്റ്റയിൽ എന്തിനാ ഇത്, അപ്പം പറഞ്ഞേടി അത് വേറെ. അപ്പം അത് ഞാൻ ഇടപെടാൻ പോയില്ല. അങ്ങനെ ഞാൻ നേരിട്ട് കണ്ടപ്പോൾ ഞാൻ ചോദിച്ചു, നീ എന്ത് ഇൻസ്റ്റയില്ലാത്ത? അപ്പോഴാണ് പറഞ്ഞേടി ഞാൻ ഈ എഡിറ്റിങ് ഇങ്ങനെ തുടങ്ങായിരുന്നതല്ല, ഞാൻ കുറച്ച് പൈസ വേണം, അത് കഴിഞ്ഞിട്ട് ഞാൻ ഇവിടെ നാട് വിടാൻ പുറത്തോട്ട് അങ്ങോട്ടെങ്കിലും പോവാമെന്നും പറഞ്ഞിരുന്നതാണെന്ന് പറഞ്ഞു. ഓക്കെ പറഞ്ഞു. കാരണം ഞാൻ ഒരു പോയിന്റിലൂടെ പോയ വിഷമം എനിക്ക് മാത്രമേ അറിയാവൂ. അപ്പം ഞാൻ വിചാരിച്ചു, കാരണം എനിക്കിനി ആരുമില്ല, അപ്പം ഞാൻ എൻ്റെ കാര്യം നോക്കി ഞാൻ ഒരു ഫ്രണ്ട് സർക്കിളോ അങ്ങനെയൊന്നും ഞാൻ അവരുടെ ഇടയിൽ പോവാൻ അങ്ങനെയൊന്നുമില്ല. ഞാൻ എൻ്റെ കാര്യം നോക്കി ഞാൻ ഇങ്ങനെ പോയിക്കൊണ്ടിരുന്ന സമയത്താണ് ഇതെല്ലാം നടക്കുന്നത്, ഈ എഡിറ്റ് ചെയ്യണതും. പിന്നെ എൻ്റെ പ്ലാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് പൈസ വേണം, എന്തായിരുന്നാലും പോകണമെങ്കിൽ പൈസ വേണം. അപ്പം ഞാൻ നോക്കിയപ്പോൾ അതൊരു നല്ലൊരു വഴിയാണ്, എഡിറ്റിങ് ചെയ്യാൻ പൈസയും കിട്ടും, എനിക്ക് പോവുകയും ചെയ്യാം. അപ്പം ഞാൻ അവനെ വിളിച്ചിട്ട് പറഞ്ഞു, എനിക്കൊരു കാര്യം പറയാനുണ്ട്, എൻ്റെ ഒരു 2 വർഷത്തെ പ്ലാനുണ്ട്. അപ്പോൾ ഭയങ്കര സീരിയസ് ആയിട്ട് എന്തൊരു ഞാൻ നമുക്ക് 2 വർഷം വാരണാസി പോവാം. അതായത് എൻ്റെ പ്ലാനാണ് ഗൈസ് ഇത്. അതായത് വാരണാസി, കേദാർനാഥ് അങ്ങനെ കുറേ സ്ഥലങ്ങളിൽ തീർത്ഥാടനം പോലെ പോവാം, ട്രക്കിങ് അങ്ങനെ കുറേ പരിപാടി. അതിലുള്ളതെന്ന് വെച്ചാൽ ഈ വാരണാസി പോണ ടൈമിൽ നമുക്ക് അവിടെ ഒരു ചായക്കട ഇടാം. ഞാൻ എൻ്റെ അടുത്ത് പറഞ്ഞാണ് നമുക്കൊരു ചായക്കട ഇടാം, അതിൽ നിന്ന് കിട്ടണ പൈസയിൽ നിന്ന് നമുക്ക് ഓരോ രാജ്യത്ത് പോവാം. ഞാൻ എന്തുകൊണ്ട് അവനെ വിളിച്ചു വെച്ചാൽ, ഇവൻ ഏത് ജോലിയും ചെയ്യാൻ റെഡി ആയിട്ടുള്ള ഒരു മനുഷ്യനാണ്, എന്നെ പോലെ എന്ത് ജോലിയും ചെയ്യാം, ഹാർഡ് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അവൻ കട്ടയ്ക്ക് റെഡിയാണ്, ഏത് ജോലിയും ചെയ്യും. ഇന്ന് ഇതില്ലാന്നുണ്ടെങ്കിൽ നാളെ വേറൊരു ജോലി. എനിക്കത് എപ്പോഴും ഇഷ്ടമാണ് അവൻ്റെ ആ ക്യാരക്ടർ, എന്ത് ജോലിയും ചെയ്യാൻ. ചിലർക്കുണ്ട് ഞാനൊന്നും ചെയ്യാറില്ല, എനിക്കറിയാമെന്നുള്ള ഒരാളാണ് ഗൈസ്. പുള്ളിക്കാരൻ്റെ ഒട്ടും ലൈക്ക് ഭയങ്കര ഒരു ഫാമിലി ഇഷ്യൂ പറയുന്ന സമയത്ത് ഞാൻ പറഞ്ഞാടാ കയ്യിൽ പൈസ നീ സ്വിഗ്ഗി ഇടാൻ പോകും. നോ, ഞാൻ 5K ഫോളോവേഴ്സുള്ള സെലിബ്രിറ്റിയാണ്, ഞാൻ എങ്ങനെ പുറത്തിറങ്ങി ജോലി ചെയ്യും, അതോടെ ഞാൻ പരിപാടി അങ്ങ് നിർത്തി പറച്ചിൽ. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ആൾക്കാരുണ്ട്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് അവൻ്റെ അടുത്ത് ഭയങ്കര റെസ്പെക്റ്റാണ്. അപ്പോൾ പുള്ളി അന്ന് അവനെ എന്തുകൊണ്ട് കൂട്ടുക വെച്ചാൽ സേഫാണ്. പിന്നെ ഇനിയിപ്പോൾ കുറേ പേര് പറയും എന്തോന്ന് സെപ്പറേറ്റ് ആയ ഒരു പയ്യൻ, കല്യാണം കഴിക്കാത്തൊരു പെണ്ണ്, എന്തുവാ, അങ്ങനെയൊന്നുമല്ല. നിങ്ങൾക്കറിയാം ഏത് ലിമിറ്റിൽ എവിടെ നിൽക്കണമെന്നൊക്കെ അറിയാം. അത് അങ്ങനെയുള്ളവരാണ് അങ്ങനെ പറയണത്. ഞങ്ങൾക്കറിയാം ഇവിടെ ഏത് ലിമിറ്റ് നിൽക്കണമെന്നുള്ളത്. ഓക്കെ, അങ്ങനെ ഞങ്ങൾ വാരണാസി പോലുള്ള പ്ലാനൊക്കെ ചെയ്ത് ഞാൻ പറയണം, അപ്പോൾ അങ്ങനെയാണ് നീ കഷ്ടമൊക്കെയാണ് ചെയ്യണം. പക്ഷേ ഞാനിത് പറഞ്ഞപ്പോൾ ഈ 2 വർഷം വീട്ടുകാർക്കുള്ള പൈസയൊക്കെ നീ കൊടുത്തിട്ടോണം വരാൻ, ഞാനും എല്ലാം ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ട് വരും. എൻ്റെ പ്ലാൻ എന്ന് പറയുന്നത് ഈ 2 വർഷം അത്യാവശ്യം യാത്രയൊക്കെ ചെയ്ത് കുറച്ച് ഇതായതിനു ശേഷം തിരിച്ചു വരുന്നു, ഒരു ഗേൾ ചൈൽഡിനെ അഡോപ്റ്റ് ചെയ്ത് ജീവിക്കാൻ പോകുന്നു. ഇതായിരുന്നു എൻ്റെ പ്ലാൻ. സോ അതുകൊണ്ട് എനിക്കൊരു കുഞ്ഞുള്ളത് എനിക്കിപ്പോൾ ഒരു വിഷയമല്ല, അന്നും ഇന്നും ഒരു വിഷയമല്ല. കാരണം എനിക്കതിൽ സന്തോഷം മാത്രമേ ഉള്ളൂ. ഞാനതിൽ എനിക്കെന്താ പറയുക, എനിക്കതിൽ എന്നും സന്തോഷം മാത്രമേ ഉള്ളൂ. നാളെ ഒരു ടൈമിൽ ഞങ്ങളടുത്തോട്ട് കുഞ്ഞ് വരികയാണെന്നുണ്ടെങ്കിൽ ഓഫ് കോഴ്സ് ചേർത്ത് പിടിക്കാൻ ഞങ്ങൾ ഈ 4 കൈകളും കൊണ്ട് റെഡിയാണ്. യെസ്, ഈ 4 കൈകളും കൊണ്ട് ഞങ്ങൾ റെഡിയാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ വാരണാസി പോലെ പ്ലാൻ ചെയ്ത്, അപ്പം ഈ പ്ലാൻ ചെയ്ത സമയത്ത് തന്നെ എനിക്ക് ഭയങ്കര ഇതായിപ്പോയി. കാരണം കുറെ ഇനി പൈസ പെട്ടെന്ന് ഉണ്ടാക്കണം. അപ്പൊ ഞാൻ കിട്ടുന്ന ജോലിക്ക് എല്ലാം പോകും, എഡിറ്റിങ്, ഡ്രൈവിങ്ങിന് പോകും, ക്ലീനിങ്ങിന്, എന്തൊക്കെ ജോലി, ക്ലീനിങ്ങിന്. ആ സമയത്ത് എനിക്ക് എങ്ങനെയെങ്കിലും കുറച്ച് പൈസ ഉണ്ടാക്കണം, വാരണാസി പോകണം, അത്രേ ഉള്ളൂ. എങ്ങനെയെങ്കിലും മനസ്സ് ഫ്രീ ആക്കണം. അങ്ങനെ അതായിരുന്നു പ്ലാൻ. അവിടെ തെറാപ്പി ഒന്നുമില്ല, എനിക്കാണ് തെറാപ്പി, പുള്ളിക്കാണ് തെറാപ്പി ഒന്നുമില്ല. നമ്മൾ ഈ പ്ലാനൊക്കെ ചെയ്ത് അപ്പോൾ അവിടെ പൈസ ഉണ്ടാക്കുന്ന പരിപാടിയാണ്. അങ്ങനെ എൻ്റെ വീട്ടിലൊരു സംസാരം ഉണ്ടായി തുടങ്ങി,
എടി അപ്പു നല്ല ചെറുക്കനാണ്, അവനെ പോലൊരു ചെറുക്കൻ. ആദ്യത്തെ സംസാരം ഇങ്ങനെയായിരുന്നു, അവനെ പോലൊരു ചെറുക്കൻ, അവനെ പോലൊരു ചെറുക്കൻ. ഈ അബി എൻ്റെ അടുത്ത് വന്നു പറഞ്ഞു അപ്പൂച്ചേനെ കെട്ടിക്കൂടെയെന്ന് ചോദിച്ചിട്ടുണ്ട് എൻ്റെ അടുത്ത്. എന്നാൽ അക്കുനും അബിക്കും ഭയങ്കര ജീവനാണ് അവനെന്ന് പറഞ്ഞാൽ. ലൈക്ക് ഞാൻ വെറുതെ പറയണല്ല, അത് ഫീൽ ചെയ്തിട്ടുണ്ട്. എനിക്ക് ഈ വെറുതെ പറച്ചില്ലെന്നല്ല, സത്യം എന്താണ് നടന്നത് അതാണ് പറയണത് എനിക്കിഷ്ടം. അപ്പം അതുകൊണ്ട് പുള്ളിക്കാരൻ ലൈക്ക് അമ്മ പറഞ്ഞു അപ്പൂനെ പോലത്തെ ഒരു ചെറുക്കൻ. പിന്നെ അത് അപ്പൂനെ പോലെ എന്നുള്ളതായി മാറ്റിയിട്ട് വീട്ടിൽ എൻ്റെ അമ്മ അപ്പൂനെ നിനക്ക് ആലോചിച്ചാലോ എന്നുള്ളതായി. അപ്പു നല്ലതല്ലേ, നമുക്കെല്ലാം അറിയാം, അവന് നീ കഴിഞ്ഞ ജീവിതത്തിൽ നിന്റെ ജീവിതത്തിൽ എന്തൊക്കെ നടന്നിട്ടുണ്ടെന്നറിയാം, നിനക്കും അവൻ്റെ ജീവിതത്തിൽ എന്തൊക്കെ നടന്നിട്ടുണ്ടെന്നറിയാം. അവനും നല്ലൊരു ചെറുക്കനാണ്, അഹങ്കാരമോ പൈസയുടെ അടുത്ത് ആർത്തിയ ഫെയിമും കൊണ്ട് അങ്ങനെ ഒന്നിൻ്റെ അടുത്തൊരു ആർത്തി ഇല്ലാത്തൊരു സാധാരണ ഒരു മനുഷ്യനാണ്. ഞാൻ എപ്പോഴും പറയണ പോലെ ഉള്ളപ്പോൾ മന്തി ഇല്ലാത്തപ്പോൾ ചമ്മന്തി. അതും ഉള്ളപ്പോഴും മന്തി വേണമെന്നില്ല, ചമ്മന്തി തന്നെ ധാരാളമാണ്. അങ്ങനത്തെ ഒരു മനുഷ്യനാണ്. ചമ്മന്തിയും തൈരും അതാണ് ഏറ്റവും ഇഷ്ടമുള്ള കറി തന്നെ. അപ്പോഴത്തേക്ക് എൻ്റെ വീട്ടിലൊരു സംസാരമാണ്. അപ്പം ഞാൻ വീട്ടിൽ പറഞ്ഞു അമ്മ പോമ്മ, അവൻ എന്നെ നല്ലൊരു ഫ്രണ്ടിനെ പോലെയാണ്, അവൻ എന്നെ അങ്ങനെയൊന്നും വിചാരിക്കില്ല, നിങ്ങൾ പോയാണെങ്കിൽ അങ്ങനെയൊന്നും അവരെ സമ്മതിക്കില്ല. അപ്പം പറഞ്ഞില്ല നമുക്ക് സംസാരിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഒരിക്കൽ അപ്പു കൊല്ലത്തുനിന്ന് എന്നെ വിളിച്ച് എടി നെസസിറ്റി എടുക്കാൻ വരണോ, അതാ നാളെ നീ കൊണ്ടു തരുമെന്ന് ചോദിച്ചു സിറ്റിയിൽ വരുമ്പോൾ. അപ്പം ഞാൻ പറഞ്ഞില്ല വേണ്ടടാ നീ. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ അവിടെ നിന്ന് വരെയായിരുന്നു. അപ്പൊ എനിക്കിത് സംസാരിക്കാൻ വേണം. ഞാൻ വിചാരിച്ചു എന്താന്ന്, ഞാൻ അവിടെ നിന്ന് വരെയല്ല, അപ്പൊ ഇവിടെ നിന്ന് വാങ്ങിച്ചോണ്ട് പോകണേ എളുപ്പം. അപ്പൊ ഞാൻ വിചാരിച്ചു ഇവിടെ വന്നിട്ട് പോവാന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ അതെനിക്ക് ഇപ്പോഴും ഓർമ്മയാണ്, മറക്കാൻ പറ്റില്ല ആ ദിവസം. കാരണം അത്രയ്ക്ക് മറക്കാൻ പറ്റാത്തൊരു ദിവസമാണ്. ഇങ്ങനെ അകത്ത് കയറി വന്നപ്പോൾ ഇവിടെ ഡൈനിങ് ടേബിളിന്റെ അവിടെ ചായ കുടിച്ചുകൊണ്ടിരിക്കുന്നു. എല്ലാരും ഉണ്ട്, എല്ലാരും മാളും അമ്മ അക്കുവി എല്ലാരും ഉണ്ട്. അമ്മ ഇങ്ങനെ നിൽക്കുന്നു. ഞാൻ അപ്പൊ അകത്ത് കയറി പോയപ്പം അമ്മ എൻ്റെ അടുത്ത് പറഞ്ഞു വന്നിരി ചായ കുടി, ചായ ഇട്ട് കൊണ്ട് വച്ചു. എനിക്കിപ്പോഴും വേണ്ട ഗ്ലാസിന്റെ ടക് സൗണ്ട്, കാരണം എല്ലാം സൈലന്റ് ആണ് കഴിച്ച്. എല്ലാരും ഒരു ക്രീ അടിച്ച് നിൽക്കുകയാണ്. ഞാൻ ഇപ്പൊ പറയും ചോദിക്കും അപ്പുവിന്റെ റിയാക്ഷൻ അതൊക്കെ കാണാൻ എല്ലാരും വെയിറ്റ് ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ചിരിച്ചിരിക്കുന്നു. മാളും ചിരിക്കണം. അക്കുവി അറിയാലോ കൈസ്, അബീരൊക്കെ അക്കുവിന്റെ ഒക്കെ നാണ്, അതാണ് ചിരിച്ചത്. എനിക്ക് എന്തോന്നാണ് നടക്കുന്നത് മനസ്സിലാവുന്നത്. ഞാൻ കുഞ്ഞിന്ന് ചായയും കുടിച്ച് കടി ഉണ്ടായിരുന്നു, അതെന്ത് ഞാൻ ഇങ്ങനെ തന്നെയായിരുന്നു. ആരെ മൊത്തം അപ്പൊ അപ്പു ചായ കുടിച്ച് വച്ചോണ്ടേ ഞാൻ അപ്പുവിന്റെ തോളിൽ അപ്പു അപ്പ ഇങ്ങനെ ഇരിക്കയില്ലേ, അപ്പൊ ഞാൻ നിക്കല്ലേ. അപ്പൊ എന്നെ നോക്കിയിരുന്നു പറയടി എടാ ഞാൻ ഒരു കാര്യം ചെയ്യട്ടെ. അപ്പൊ അപ്പ പറഞ്ഞു ചോര് എടാ ഇവിടെ ഇങ്ങനെ ഒരു സംസാരമുണ്ട്, നമുക്ക് കല്യാണം കഴിച്ചാലാ. അപ്പൊ ഞാൻ സ്റ്റക്കായി. ഞാൻ ഒരു 30 സെക്കൻഡ് ഞാൻ സ്റ്റക്ക്. ഞാൻ വിചാരിച്ചു ഇവള് വീഡിയോ എന്തെങ്കിലും എടുക്കണം, പ്രാങ്ക് ആണ്, ഞാൻ ക്യാമറ ഒക്കെ നോക്കണം. എന്നോട് ചോദിക്കുന്നത് എവിടെ അടി ക്യാമറ എവിടെ വെച്ചേക്കണ. അങ്ങനെ ഞാൻ ചെയ്യൂല, ഒരാളുടെ പേഴ്സണൽ ഫീലിങ്സ് വെച്ചാൽ ഞാൻ ചെയ്യൂല. പക്ഷെ അന്ന് ആ വീഡിയോ എടുത്തിരുന്ന് നമുക്ക് ഇവിടെ കാണിക്കായിരുന്നല്ലേ. പക്ഷെ അന്ന് ചോദിച്ചാൽ ഇവന്റെ റെസ്പോൺസ് എന്താന്ന് എനിക്ക് അറിഞ്ഞൂടാ. പിന്നെ അതൊന്ന് വിഷമാവണ്ടല്ലോ, അതൊരു വിഷമത്തിന് കാരണമാവരുതെന്ന് വിചാരിച്ചിട്ട് അത് ചോദിച്ചില്ല. അപ്പം ഞാൻ ഇങ്ങനെ ചോദിച്ചു. അപ്പം അപ്പു കുറേ നേരം മിണ്ടിയില്ല. അപ്പം അമ്മ പറഞ്ഞ് കളിക്കല്ല മക്കളെ, നമ്മൾ സീരിയസ് കാര്യമായിട്ടാണ് പറഞ്ഞത്, അമ്മക്ക് നിന്നെ അറിയാം, നിന്റെ സ്വഭാവം ഞങ്ങൾക്ക് ഇഷ്ടമാണ്. അപ്പം അമ്മ പറഞ്ഞ് നിന്റെ കൂടെയാണെന്നുണ്ടെങ്കിൽ എൻ്റെ കൊച്ചിന് സമാധാനമായിട്ട് ജീവിക്കാം, എനിക്ക് സമാധാനമായിട്ട് ഇരിക്കാം, നമുക്ക് ഓക്കെയാണ്, നീ ഒന്ന് ആലോചിച്ച് നോക്ക്, നീ വീട്ടിൽ പറഞ്ഞു നോക്കെന്ന് പറഞ്ഞു. അപ്പം അപ്പു ഇങ്ങനെ ആദ്യമായിട്ടാണ് അപ്പു എൻ്റെ അടുത്ത് പറഞ്ഞ് വീട്ടുകാരെയൊക്കെ മുമ്പിൽ വെച്ച് ഒരാൾ പ്രപ്പോസ് ചെയ്യണം. പക്ഷെ പ്രേമം അങ്ങനെ വന്നിട്ട് പ്രപ്പോസ് ചെയ്തതല്ല. അല്ല അത് ഭയങ്കര എക്സ്പീരിയൻസ് ആയിരുന്നു, അങ്ങനെ എല്ലാവരുടെ ഫ്രണ്ടിൽ വെച്ച് പറഞ്ഞപ്പോ. അപ്പം തന്നെ ആ കടിച്ച കടി ഉണ്ടല്ലോ, അച്ചപ്പോണെന്ന് പറഞ്ഞാൽ ഇങ്ങനെ പൊട്ടിച്ച് വച്ചിട്ട് അത് കഴിച്ചില്ല. അപ്പം തന്നെ SSD കൊണ്ട് ആള് സ്ഥലം വിട്ട്. എന്നിട്ട് പിറ്റേ ഞാൻ വിളിച്ചിട്ട് എടുത്തില്ല. അപ്പം ഞാൻ ചോദിച്ചു എന്ത് വിളിച്ചിട്ട് 3 അല്ല 4 ദിവസം ഞാൻ എണ്ണി വെച്ചിട്ട് 4 ദിവസം. അറിയില്ല പെണ്ണുങ്ങൾ ഇങ്ങനെ ഡേറ്റ് ഒക്കെ എണ്ണി വയ്ക്കും. അപ്പം ഞാൻ എണ്ണി വെച്ച് 4 ദിവസം. അപ്പം 4 ദിവസം വിളിച്ചിട്ട് എൻ്റെ അടുത്ത് എടുത്തില്ല. ഞാൻ ചോദിച്ചു എന്തെടുക്കാതെ. എടി ഞാൻ തിരക്കാ, നീ ഒന്ന് മെസ്സേജ് അയച്ചിട്ടേക്കോ, ഞാൻ വിളിക്കണ വേറൊന്നുമല്ല, എടാ ഇന്ന വീഡിയോ ഇന്നടുത്ത് വേണം, നീ ഇന്ന ഡേറ്റിൽ വേണം എന്ന് പറയാൻ വേണ്ടിയിട്ട് ഞാൻ വിളിക്കണത്. അപ്പോഴത്തേക്ക് ഞാൻ തിരക്കാം. ഞാൻ പറഞ്ഞു ശരിയടാ, വോയിസ് തന്നെയാണെന്ന് പറഞ്ഞല്ലേ അയച്ചത്. വിളിച്ചപ്പോൾ എപ്പോഴോ വിളിച്ചപ്പോൾ എടുത്തിട്ടാണ് എടി. അപ്പൊ ഗതികേട് കൊണ്ടെടുത്തതാണ് ഗൈസ്. പിന്നെ എനിക്ക് എന്റെ വീഡിയോ വേണ്ടി അല്ലാതെ എന്താ ഇയാളെ ഞാൻ പ്രേമിച്ചോളാം. വാട്സപ്പിൽ മെസ്സേജ് ഇട്ടാൽ മതി. അതല്ല ഒരു പേടിച്ചിട്ട് എന്തോ കണ്ട് പേടിച്ച് കണക്ക് പൊക്കളഞ്ഞ്. എന്നിട്ട് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ഒരു 4-5-6 ദിവസം കഴിഞ്ഞപ്പോൾ എന്നെ വിളിച്ചിട്ട് എപ്പോഴും കാണാനുള്ള വിഴിഞ്ഞത്തൊരു സ്പോട്ടുണ്ട്, അവിടെ പോയി വിളിച്ചിട്ട് മറ്റേ സന്യാസിയായ കണക്ക് ഇരുന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു എടി ഞാൻ പറയടാ. അപ്പം എനിക്ക് ടെൻഷനേ, എന്തിനാണ് പറയാൻ പോണത്, വാട്ട് എവർ ഇറ്റ് ഈസ് എനിക്ക് കുഴപ്പമില്ല. കാരണം അങ്ങനെ ഒരു മോഹിച്ചൊന്നും തുടങ്ങിയില്ല, അങ്ങനത്തെ ഒരു ഇത് വന്നില്ല. എന്ത് തീരുമാനമായിരുന്നാലും
കുഴപ്പമില്ല. അല്ലെങ്കിൽ കിട്ടിയ അല്ലെങ്കിൽ മറ്റേ ചായക്കടയും വാരണാസി, അതാണ് പ്ലാൻ. അങ്ങനെ ഞങ്ങൾ അവിടെ ചെന്നിരുന്ന് ഞാൻ എൻ്റെ അടുത്ത് പറഞ്ഞിട്ട് എനിക്ക് സംസാരിക്കേണ്ടെന്ന് പറഞ്ഞു. ചൂടെടുക്കണം അല്ലേ, ലൈറ്റും എല്ലാം കൂടെ സംസാരിക്കേണ്ടെന്ന് പറഞ്ഞു. ഇപ്പം എൻ്റെ അടുത്ത് സംസാരിച്ചപ്പോഴത്തേക്കും മറ്റേ ജനിച്ച നാൾ മുതലുള്ള എല്ലാ കാര്യവും എൻ്റെ അടുത്ത് പറയണം. വള്ളി പുള്ളി തെറ്റാതെ എല്ലാം ഇങ്ങനെ പറയണം. അങ്ങനെ ഇങ്ങനെയാണ് നടന്നത്, ഇതുപോലെയാണ് നടന്നത്, ഇന്നാളിൻ്റെ ലൈഫ് ഇന്നതുപോലെയാണ് നടന്നത്. അപ്പം ഞാൻ ഇങ്ങനെ എന്തിനാ എൻ്റെ അടുത്ത് ഒക്കെ പറയണം? ഈ മൈൻഡിൽ പോണില്ല, കല്യാണം കഴിക്കാനുള്ള എസ്സിൻ്റെ തുടക്കമാണ് ഇതെന്നുള്ളത്. അപ്പം എൻ്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കണം, അങ്ങനെയാണ് ഇങ്ങനെയാണ് എടി, ഞാൻ ഇതാണ് അങ്ങനെയാണ് ഇതാണ്. എൻ്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞു, എടി ഞാൻ ഓൾറെഡി നിനക്കറിയാമല്ലോ, കല്യാണം കഴിഞ്ഞു, പുള്ളിക്കാരി വേറെ കല്യാണം കഴിഞ്ഞു പോയി, എൻ്റെ കാര്യം നിനക്കറിയാലോ, നാളെ എന്നെ കല്യാണം കഴിക്കുമ്പോൾ നിനക്കൊരു പ്രശ്നം ഉണ്ടാവരുത്. അത് ഞാൻ ആദ്യം തന്നെ എടുത്തു പറഞ്ഞു. കാരണം നാളെ നമ്മൾ കല്യാണം കഴിക്കുന്ന സമയത്ത് എന്തെങ്കിലും പ്രശ്നം വരും, അപ്പൊ അത് നിനക്കൊരു ബുദ്ധിമുട്ടുണ്ടാവും. അത് ഞാൻ എടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ കാര്യം. കാരണം ഞാൻ പുള്ളിക്കാരൻ്റെ പാസ്റ്റ് ലൈഫ് ഞാൻ അത്രയും കേട്ടിരുന്നപ്പോൾ എനിക്ക് പ്രത്യേകിച്ചൊന്നും തോന്നിയില്ല. ഏതൊരു മനുഷ്യൻ്റെ ജീവിതത്തിൽ നടക്കാന്നുള്ള പ്രായത്തിൻ്റെ എടുത്തുചാട്ടം ഉണ്ട് അതിനകത്ത്, അല്ലെന്നുണ്ടെങ്കിൽ പറ്റിപ്പോയ വള്ളികളുണ്ട്, അല്ലെങ്കിൽ ചാടിയ കുഴികളുണ്ട്. ഓഫ്കോഴ്സ് ഞാനും ചാടിയിട്ടുണ്ട് ഗൈസ്, കുഴികളിലും എനിക്ക് അബദ്ധങ്ങളൊക്കെ പറ്റിയിട്ടുണ്ട്. നമ്മളെ ജീവിതത്തിൽ മാത്രമേ നമുക്ക് തെറ്റും ശരിയും അല്ലേ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. അത് നമ്മുടെ അവകാശമാണ് നമ്മുടെ ജീവിതത്തിൽ ഒരു തെറ്റൊക്കെ ചെയ്യുക. അതൊക്കെ തെറ്റെന്ന് ചെയ്യണതിൽ ഒരു പ്രശ്നമില്ല. അല്ലെന്നുണ്ടെങ്കിൽ അങ്ങനെയല്ല ഞാൻ പറഞ്ഞത്. ഞാൻ പറഞ്ഞു നമ്മുടെ ജീവിതത്തിൽ നമുക്ക് അങ്ങനെയൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. ഓക്കെ. അപ്പോൾ എനിക്കിങ്ങനെ കേട്ടപ്പോൾ എനിക്ക് പ്രത്യേകിച്ചൊന്നും തോന്നില്ല. അതിൽ മോശമായിട്ട് ഒരാളെ ചതിക്കുകയോ പറ്റിക്കുകയോ വഞ്ചിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. അല്ലെന്നുണ്ടെങ്കിൽ പക്ഷേ എനിക്ക് മനസ്സിലായൊരു കാര്യം എന്ന് വെച്ചാൽ ഭയങ്കരമായിട്ട് സ്നേഹം ആഗ്രഹിച്ചിരുന്ന ഒരാളാണ്. ലൈഫിൽ നിന്ന് കുറച്ച് നഷ്ടം വന്നപ്പോഴത്തേക്ക് ആരുമില്ല, ഒന്ന് സ്നേഹിക്കണം, ആരെങ്കിലും ഒന്ന് സ്നേഹിക്കണേ എന്നും പറഞ്ഞില്ലെങ്കിൽ ഉള്ള സ്നേഹം എല്ലാം കൂടെ ആർക്കെങ്കിലും കൊണ്ടു കൊടുക്കാൻ വെമ്മി നിന്ന ആളാണെന്ന് എനിക്ക് മനസ്സിലായി. അങ്ങനെ കുറച്ച് ഏണിയില്ല. അപ്പോൾ അതൊക്കെ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് കേട്ട് നിന്നപ്പോഴത്തേക്ക് എനിക്ക് പ്രത്യേകിച്ചൊന്നും തോന്നിയില്ല എന്നുള്ളതാണ്. കാരണം എനിക്ക് എൻ്റെ ലൈഫ് ആലോചിക്കുമ്പോഴത്തേക്ക് എനിക്ക് എന്തുമാത്രം പ്രശ്നങ്ങൾ നിങ്ങളിതിൽ കണ്ടിട്ടില്ലാത്ത കാര്യങ്ങൾ എൻ്റെ ലൈഫിൽ നടന്നിട്ടുണ്ട്. അപ്പം എനിക്കൊന്നും തോന്നിയില്ല. കാരണം ഞാൻ അവൻ്റെ അടുത്ത് പറഞ്ഞേടാ, നമ്മളെ എല്ലാവരുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ. എല്ലാ മനുഷ്യരും പെർഫെക്റ്റ് അല്ല, നീ പെർഫെക്റ്റ് അല്ല, ഞാൻ പെർഫെക്റ്റ് അല്ല, ആരും പെർഫെക്റ്റ് അല്ല. പെർഫെക്റ്റ് ആയിട്ട് ഉണ്ടാക്കണേ നമുക്ക് വല്ല റോബോട്ടിക്കിനെല്ലാം എടുത്തിട്ട് ഞാൻ അപ്പു എന്നൊക്കെ പേരിട്ടിരിക്കേണ്ടി വരും. അങ്ങനെ പെർഫെക്റ്റ് അല്ല. എനിക്ക് ഇല്ല പ്രശ്നം, എനിക്കിത് കേട്ട് എനിക്കൊരു പ്രശ്നം തോന്നുന്നില്ല, എനിക്ക് ഓക്കെ ആണ്. അപ്പം അപ്പോൾ എന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു, നീ ഇതൊക്കെ കേട്ടിട്ട് നീ ആലോചിച്ച് നോക്ക്, എന്നിട്ട് ഞാൻ എൻ്റെ വീട്ടിൽ സംസാരിക്കാം, എന്നിട്ട് നമുക്കത് പ്രൊസീഡ് ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പം എനിക്കിത് കേട്ട് ഞാൻ ഇതേണക്ക് അമ്മ ഇങ്ങനെ അപ്പു ഇങ്ങനെ എൻ്റെ അടുത്ത് കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പം അമ്മ എൻ്റെ അടുത്ത് പറഞ്ഞു, കഴിഞ്ഞ അമ്മ ഇങ്ങനെ പറഞ്ഞത്, കഴിഞ്ഞ അമ്മു, അവനെ ഇപ്പം എന്താണോ അത് നീ മാത്രം നോക്കിയാൽ മതി. അവൻ നല്ലതാണ്, അവൻ്റെ മനസ്സ് നല്ലതാണ്, അതിൽ കൂടുതലൊന്നും നമുക്ക് വേണ്ട, അതിൽ കൂടുതലൊന്നും വേണ്ട. കാരണം പണവും പത്രാസും ഒക്കെ ഉള്ള ആൾക്കാർ ജീവിതത്തിൽ വന്ന് ഒരുപാട് വേദനകൾ ഞാൻ എൻ്റെ കുടുംബത്തിനും തന്നിട്ട് പോയതാണ്. അപ്പം അതുകൊണ്ട് ഞങ്ങൾക്ക് ആവശ്യമില്ലായിരുന്നു. അതുകൊണ്ട് അപ്പം അങ്ങനെ പറഞ്ഞ് അപ്പു വീട്ടിൽ പറഞ്ഞ് അവർക്ക് സന്തോഷം. കാരണം നീറി ഇരിക്കുന്ന ഒരു മനുഷ്യനല്ലേ നല്ല. ഇങ്ങനെ ഞാൻ ഇതെല്ലാം പറഞ്ഞതിന് ശേഷം അവള് ഇതെല്ലാം ഓക്കെ ആണെന്ന് പറഞ്ഞപ്പോ എന്നെ പുതിയൊരു ലൈഫിലോട്ട് എന്നെ കൈപിടിച്ച് കയറ്റിയ ഒരാളാണ്. അത് ഞാൻ മുമ്പേ ചെയ്തിട്ടുണ്ട്. കാരണം അൺഹെൽത്തി ആയിട്ടൊക്കെ നടന്നപ്പോൾ ഞാൻ പറഞ്ഞു, മര്യാദയ്ക്ക് നീ നല്ലപോലെ നടന്നോ, നിനക്ക് നല്ലൊരു ജീവിതം ഉണ്ടാവും, അന്ന് നീ വിഷമിക്കും. ഞാൻ ഒരുമാതിരി തള്ള വൈബാണ് ഗൈസ്. കാരണം എനിക്ക് ഏറ്റവും നല്ലതെന്ന് തോന്നുന്ന ആൾക്കാർ നശിച്ചു പോകാൻ നിൽക്കുമ്പോഴത്തേ, അല്ലെങ്കിൽ ഇങ്ങനെ എവെന്ന് വെച്ചാൽ എവൻ്റെ ഒരു ആറ്റിറ്റ്യൂഡ്, ഇനി ജീവിതമില്ല, ഇനി എന്തുവാകാം, മറ്റേ എങ്ങനെയെങ്കിലും ഒന്ന് ജീവിതം തീരട്ടെ എന്നുള്ളതായിരുന്നു പുള്ളിയുടെ ഒരു അല്ലേ വൈരാഗ്യ ഗൃഹസ്ഥനാക്കിയോളാണ് ഞാൻ. അതിനുശേഷമാണ് എനിക്ക് നല്ലപോലെ ജീവിക്കണമെന്നൊക്കെ ആഗ്രഹം വന്നോളെ. ഞാൻ പറഞ്ഞു നമുക്ക്, കാരണം ഞങ്ങൾ രണ്ടൊരു സമാധാനം ആഗ്രഹിക്കുന്ന ചെറിയ കാര്യങ്ങളിൽ സന്തോഷിക്കുന്ന ആൾക്കാരാണ്. ഇന്നിപ്പം നമ്മൾ ഈ വീഡിയോ ഒക്കെ എടുത്തിട്ട് നമ്മൾ പോയി പുറത്ത് പോയി ചായ കുടിച്ചാൽ നമ്മൾ ഭയങ്കര ഹാപ്പിയാണ് അല്ലേ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ സന്തോഷം ആഗ്രഹിക്കുന്ന ആൾക്കാരാണ്. അപ്പം അപ്പൂൻ്റെ വീട്ടിൽ പറഞ്ഞ് അപ്പൂൻ്റെ ആൾക്കാർക്ക് എല്ലാവർക്കും സമ്മതമാണ്, വീട്ടുകാർക്ക് എല്ലാവർക്കും സമ്മതമാണ്. എനിക്ക് ഭയങ്കര സന്തോഷമാണ്. അവരും എന്നെ ട്രീറ്റ് ചെയ്യണത് ഭയങ്കര നല്ലോണം ട്രീറ്റ് ചെയ്യണം. എനിക്ക് ആ റെസ്പെക്റ്റ് കിട്ടണമുണ്ടല്ലോ ഗൈസ്, നന്നായിട്ട് ട്രീറ്റ് ചെയ്യണുണ്ട് അവരെന്നാ. ഞാൻ അച്ഛനും അമ്മ എന്നാണ് വിളിക്കുന്നത്. കാരണം ഞാൻ എന്നും വിചാരിച്ചിട്ടുണ്ട് അർഹത ഉള്ള ആൾക്കാരെ മാത്രമേ ഞാൻ അച്ഛാന്ന് വിളിക്കുള്ളൂ. അപ്പം അതുകൊണ്ട് ഞാൻ ആകെ വിളിക്കണം കുറച്ചേരം, എൻ്റെ ഫ്രണ്ട്സിൻ്റെ ആയാലും കുറച്ചേരം മാത്രമേ അച്ഛാന്ന് ഞാൻ വിളിക്കുള്ളൂ. അപ്പൂൻ്റെ അച്ഛനെ ഞാൻ അന്തസ്സായിട്ട് ഞാൻ വിളിക്കും, അച്ഛാ എന്ന് ഞാൻ വിളിക്കും. ഞാൻ കല്യാണം ഉറപ്പിച്ചതിന് ശേഷം ഞാൻ ഒരിക്കൽ അപ്പൂൻ്റെ വീട്ടിലോട്ട് പോയി. ചുമ്മാ ഞാൻ ജസ്റ്റ് അവരെയൊക്കെ ഒന്ന് കാണാൻ വേണ്ടിയിട്ട് പോയപ്പോഴത്തേക്ക്
അപ്പം അവിടെ നിന്ന് എനിക്ക് കുറേ സാധനങ്ങൾ വാരിത്തരും. അവിടെ ഇരിക്കണം പേരയ്ക്ക, തേങ്ങ, അത് എനിക്ക് അതുകൊണ്ട് ചെറിയ ചെറിയ സാധനങ്ങളൊക്കെ എനിക്ക് ഒരു ലോഡ് സഞ്ചിയിലാക്കി തന്നുവിടും ഇവിടെ കഴിക്കാൻ വേണ്ടിയിട്ട്. ഭയങ്കര സ്നേഹമുള്ള മനുഷ്യനാണ്, ആൾക്കാരുമാണ്. സോ എല്ലാവരും ഹാപ്പിയായി അല്ലേ? സത്യം. ഞാനും വീട്ടില് പറഞ്ഞപ്പോ അവര് പറഞ്ഞതെന്ന് വെച്ചാൽ നിങ്ങളെ സന്തോഷമാണ് നമ്മളെ സന്തോഷം. നീ സന്തോഷമായിട്ടിരിക്കണം. കാരണം ഇവരെല്ലാരും പറഞ്ഞപ്പം ചേച്ചി കരഞ്ഞ്. ചേച്ചി അപ്പുന് വീട്ടില് ചേച്ചിയുണ്ട്, ചേച്ചിക്ക് ഭയങ്കര കരച്ചിലൊക്കെ ആയിരുന്നു സന്തോഷം കണ്ട്. കാരണം ഞാൻ ഒരു പോയിന്റിൽ വിഷമിച്ചതിനെല്ലാം ഒരു ഉത്തരം കിട്ടിയതുപോലെ. അങ്ങനെയാണ് നമ്മളൊരു ലൈഫിൽ ഒരു പോയിന്റ് നമ്മൾ സങ്കടപ്പെടുമ്പോഴത്തേക്ക് വേറൊരു പോയിന്റിൽ അതിനുള്ള ഉത്തരം നമുക്ക് ദൈവം കൊണ്ട് തരും. നിങ്ങളത് എപ്പോഴും മൈൻഡ് വെച്ചേക്കുക. എന്നും നമ്മുടെ ജീവിതം ഇങ്ങനെയല്ല, എന്നും നമ്മുടെ ജീവിതം ഇങ്ങനെയല്ല. ജീവിതം എന്ന് പറയുമ്പോൾ ഇങ്ങനെയാണ്, ഒരു ഗ്രാഫാണ്. സോ അത്ര മാത്രം മൈൻഡിൽ വെച്ചേക്കുക. അങ്ങനെ വീട്ടിൽ പ്രൊസീഡ് ചെയ്ത് അവർക്ക് എല്ലാവർക്കും ഇഷ്ടമായി. എൻ്റെ അമ്മയ്ക്കും വീട്ടുകാരെ ഭയങ്കര ഇഷ്ടമാണ്. ഒരു സെറ്റായി വെച്ചാൽ നമ്മൾ ഈ കാര്യം പറഞ്ഞപ്പോൾ ഇതിൻ്റെ ഒരു ട്വിസ്റ്റ് ഞാൻ പറഞ്ഞുതരാം. എൻ്റെ മീനാക്ഷി അമ്മയെ വിളിച്ചിട്ട് പറഞ്ഞ്, മാമി ഇടയ്ക്ക് വെച്ചിട്ട് മാമി അവൾക്ക് അപ്പൂനെ പോലെ ഒരു ചെറുക്കൻ വരട്ടെ മാമി, നമുക്ക് അപ്പൂനെ പോലത്തെ ഒരു ചെറുക്കനാണ് അവൾക്ക് ആവശ്യം എന്ന് പറഞ്ഞു. അതായത് മീനാക്ഷി ഭയങ്കര ആഗ്രഹമായിരുന്നു അപ്പൂനെ ഞാൻ കല്യാണം കഴിക്കണമെന്ന്. പക്ഷെ മീനാക്ഷിൻ്റെ അടുത്ത് ഡയറക്റ്റ് പറഞ്ഞില്ല, കാരണം എൻ്റെ വായിന്ന് വേഷം കേൾക്കുമെന്ന് പറഞ്ഞു. അതിനേക്കാളും വേറൊരു ട്വിസ്റ്റ്, ഞാൻ ഗോപികയുടെ അടുത്ത് ഇവരുടെ എല്ലാം ഓക്കെ അപ്പം ഗോപി വിളിച്ചിട്ടുണ്ടെങ്കിൽ ഗോപിക ഇങ്ങനെയാണ് ഒരു സംഭവം ഉണ്ടെന്ന് വെച്ചാൽ ഗോപിക പറഞ്ഞു, എടീ ഇങ്ങനെയാണ് പറഞ്ഞു, എടീ എനിക്ക് രോമാഞ്ചം പറഞ്ഞു. ഞാൻ ഒരു കാര്യം പറയട്ടെ ചോദിച്ചാൽ എന്തോന്ന്, എടീ നിങ്ങൾ തമ്മിൽ കല്യാണം കഴിച്ചാൽ നല്ലതായിരിക്കും എന്ന് ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു. കാരണം ഗോപിക്ക് അറിയാവന. അപ്പൊ ഞാൻ ഇങ്ങനെ വിചാരിച്ചിട്ടുണ്ട്, പക്ഷെ നിന്റെ വായിൽ നിന്ന് എന്ത് വരുമെന്ന് പേടിച്ചിട്ടാണ് ഞാൻ പറയുന്നത്. കാരണം എനിക്ക് ഇഷ്ടമല്ലെങ്കിൽ ഞാൻ തുറന്ന് പറഞ്ഞ് ഇന്നൊരു ചെറ്റർത്താനം പറയില്ല എന്നൊക്കെ പറയും. ഈ സെയിം സാധനം എൻ്റെ അപ്പൂപ്പനും അമ്മയും പറഞ്ഞിട്ട് അപ്പൂന് ഞങ്ങൾക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു അതിന്, പക്ഷേ പറയാൻ പേടിയെന്ന് വെച്ചാൽ ഇങ്ങനെയാണ്, ഞാൻ മൂശേട്ട പെണ്ണ് കല്യാണം കഴിക്കലാന്ന് പറഞ്ഞല്ലേ അവിടെ ഇരിക്കണത്. അപ്പോഴത്തേക്ക് ചെന്ന് പറഞ്ഞ പെണ്ണ് ഇനി അവിടെ കിടന്ന് അലയ്ക്കൊന്നും പേടിച്ചാൽ ഞങ്ങൾ പറഞ്ഞു. എൻ്റെ അമ്മൂമ്മ സെയിം ഈ സാരം പറഞ്ഞിട്ടുണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ എല്ലാവരുടെയും മാനിഫെസ്റ്റേഷനാണ് നമ്മുടെ ഇത്. അല്ലെങ്കിൽ ഏതോ വഴിക്ക് പോകാനാണ്, അവനും ഒരു വഴിക്ക് പോകാനാണ്, ഞാനും ഒരു വഴിക്ക് പോകാനുള്ളതാണ് അല്ലേ അമ്മച്ചി. ഓക്കെ, അവനും അല്ലെങ്കിൽ അഘോരി ഗംഗ അഘോരി അപ്പുമായിട്ട് നിങ്ങൾക്ക് കാണാമായിരുന്നു. വ്ളോഗൊന്നും കാണുന്നില്ല ആ സമയത്ത്. ഞാൻ ലൈക്ക് യൂട്യൂബൊന്നും ചെയ്യാൻ ഉദ്ദേശിച്ചല്ല, അങ്ങനെ ഇരിക്കാനുള്ളായിരുന്നു അല്ലേ. അപ്പൊ ആലോചിച്ച് നോക്കണം എന്തുമാത്രം നമ്മൾ ചിന്തിച്ചു കൂട്ടി. പക്ഷെ ഇതായിരുന്നു എന്നുള്ളത് എനിക്ക് എങ്ങനെ ഫീൽ ചെയ്തതെന്ന് വെച്ചാൽ, ദൈവം ഇങ്ങനെ അവിടെ നിന്നൊരു കൈ ഇവിടെ നിന്നൊരു കൈ കൊണ്ട് എന്നെ ചേർത്ത് വെച്ചെന്ന് എനിക്ക് ഫീൽ ചെയ്യണം. അത്ര സമാധാനമാണ് കഴിച്ച്. എൻ്റെ ഈ 26 വർഷത്തിനിടെ വയസ്സിനിടെ എൻ്റെ ജീവിതത്തിൽ ഞാൻ ഇത്ര സമാധാനമായിട്ടിരുന്ന സമയമില്ല, ഇത്രയും സന്തോഷമായിട്ടിരുന്ന സമയമില്ല. അപ്പു ഞങ്ങളുടെ ലൈഫിലോട്ട് വന്നിട്ട് ഇങ്ങനെ ഒരു ഭയങ്കര ഡെസ്പറേറ്റ് ആയിട്ട് അല്ലെങ്കിൽ ഭയങ്കര വിഷമിച്ച് കിടന്ന ആൾക്കാരുടെ ഇടയിൽ ഇങ്ങനൊരു കാറ്റൊരു തുണി എടുത്ത് ഇങ്ങനെ വീശി കാറ്റ് വരുമല്ലോ അപ്പൂട്ടാ, അങ്ങനെ കാറ്റൊന്ന് ഞങ്ങൾ അത്ര ഇതാക്കിയടാ. ഭയങ്കര സമാധാനം. ഞങ്ങൾ എല്ലാവരും നിന്റെ അടുത്ത് ഗ്രേറ്റ്ഫുള്ളാണ്. ഞങ്ങളെല്ലാവരും നിന്റെ അടുത്ത് ഗ്രേറ്റ്ഫുള്ളാണ്. അന്നും ഇന്നും എന്നും നീ വന്നുണ്ടാക്കിയ മാറ്റം എന്ന് പറയുന്നത് അത് ചെറിയൊരു മാറ്റമല്ല. എൻ്റെ അമ്മയൊക്കെ ഞങ്ങളുടെ ലൈഫിൽ വന്നു പോയ ആൾക്കാർ ഞങ്ങൾ ഒരുപാട് ദ്രോഹിച്ചിട്ടുണ്ട്. പക്ഷെ പുള്ളിക്കാരൻ വന്ന് അത് ഇങ്ങനെ ഭിന്നായിട്ട് കിടന്ന് എൻ്റെ സോളിനെ ഭയങ്കര സൂത്താക്കി തന്നൊരു പേഴ്സൺ ഞാൻ. താങ്ക് യു സോ മച്ച്. അപ്പം അതാണ് ഞാനും ഗ്രേറ്റ്ഫുൾ ആണ്. കാരണം ഞാൻ പറഞ്ഞല്ല, എന്നെ ഒരു പുതിയൊരു ലൈഫിലോട്ട് കൈപിടിച്ച് കയറ്റിയത്. ശരിയാണ്. എല്ലാ മറ്റേ എന്തെങ്കിലും ആയിട്ട് ജീവിതം ഇങ്ങനെയാണ്. അതായത് ഒരു എയിമില്ലാത്ത മനുഷ്യൻ എന്തൊക്കെ കാണിക്കും അതൊക്കെ കാണിച്ചിട്ടുണ്ടല്ലേ. ഒരു എയിമില്ലാത്ത മനുഷ്യൻ, ജീവിതം നഷ്ടപ്പെട്ട മനുഷ്യൻ എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ ചെയ്ത് അങ്ങനെ ആലാകൊല നടന്നപ്പോഴാണ് ഞാൻ പിടിച്ചിരുത്തി മര്യാദയ്ക്ക് നീ നല്ലൊരു ജീവിതം എന്ന് പറഞ്ഞത്. എന്നിട്ട് ഞാൻ തന്നെ പറയുമായിരുന്നു നല്ലൊരു പെൺകുട്ടിയെ നിനക്കുണ്ട്. എന്നിട്ട് ഞാൻ പറയുന്നു, എടാ നീ ഒന്ന് നോക്ക്, വീട്ടുകാരത്തൊക്കെ പറയാം വേറെ കല്യാണം നോക്കാൻ വേണ്ടി, നീ നല്ലപോലെ ജീവിയര്, നിനക്കൊരു ലൈഫ് ഉണ്ട്, നീ ഇതൊക്കെ പറയുന്നു. ഇങ്ങനെയൊക്കെ ഞാൻ ഇരുന്ന് മറ്റേ എനിക്ക് അറിഞ്ഞിടേ എന്നിട്ട് ഞാൻ എൻ്റെ ഫ്രണ്ട്സിനെയൊക്കെ ഞാൻ ആലോചിച്ചിട്ടുണ്ട് ഗൈസ്. യെസ്, പക്ഷെ എനിക്ക് കല്യാണം കഴിക്കണമെന്നൊരു മൈൻഡില്ല, എനിക്ക് ഇവിടെ നിന്ന് എങ്ങനെയെങ്കിലും പോകണം ആ ഒരു മൈൻഡിലാണ്. ആരുമില്ല എന്നുള്ളൊരു തോന്നുകൊണ്ട് എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് പോകണം. അതായത് സത്യം എവനിങ്ങനെ പിടിച്ച് എനിക്ക് പോകണം, മറ്റേ ആത്മാക്കളെ കണക്ക് പോകണം. പിന്നെ എനിക്ക് വർക്കിന് ഭയങ്കര ത്വര. ഞാൻ ഇവിടെ കിടന്ന് വിളിക്കും വർക്ക് താ പൈസ. എനിക്ക് പോണം, പൈസ മാത്രമേ എനിക്കുള്ളൂ. കാരണം എനിക്ക് ഇവിടെ കാരണം നമ്മൾ എങ്ങനെ പോകണമെന്ന് വിചാരിക്കണം എപ്പോഴാണെന്നറിയോ, നമുക്ക് ആരുമില്ലാതെ നമ്മൾ കൂടെ ഉള്ള എല്ലാവരും നമ്മളെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് നമുക്കൊരു വിഷമം വരുമ്പോൾ നമുക്ക് ആരും ഇല്ലാത്തൊരവസ്ഥ വരെ അങ്ങനെ നിന്നിട്ടുണ്ട്. അപ്പൊ അന്ന് എനിക്ക് തോന്നിയത് അവൻ ഒറ്റയ്ക്ക് നിന്നപ്പോൾ എനിക്ക് കൂടെ ചേർക്കണമെന്നാണ് തോന്നിയത്. കാരണം ഞാൻ ഒറ്റയ്ക്ക് നിന്ന സമയത്ത് എന്നെ ആരും കൂടെ ചേർത്ത് പിടിച്ച് നിർത്തിയിട്ടില്ല. അപ്പം
അങ്ങനെ ഒറ്റപ്പെട്ട് നിന്ന മനുഷ്യനെ എനിക്ക് ചേർത്ത് പിടിക്കണമെന്ന് തോന്നി. അത് എനിക്കങ്ങനെ തോന്നിയാണ്. ഞാൻ എപ്പോഴും എനിക്ക് മനസ്സിലായത്, എൻ്റെ ജീവിതത്തിൽ നിന്ന് മനസ്സിലായതാണ്, ഒരുപാട് ഓപ്ഷൻ ഉള്ള ഒരാളുടെ ആരെങ്കിലും ആവുന്നതിനേക്കാളും നല്ലതാണ് ആരും ഇല്ലാത്ത ഒരാളുടെ എല്ലാം ആവണത്. അയാൾക്ക് ഞാനാണ് ഇപ്പം ലോകം. അതാണ് എനിക്ക് മനസ്സിലാവണത്. പുള്ളിക്കാരന് ലൈക്ക് എന്താ പറയാ ഗൈസ്, ഇപ്പം ഞാനൊരു കമന്റ് കണ്ടാണ്, പുള്ളി ഊറ്റും കണ്ടാണ്, വിഷമമുണ്ടെന്ന് പറയുന്നത്. ഞാൻ പറഞ്ഞില്ല, എനിക്കത് ഇഷ്ടമല്ല അങ്ങനെ ഒരാളെ വിഷം ഇരിക്കണം. പുള്ളി ഊറ്റാൻ വേണ്ടിയാണ് എൻ്റെ കൂടെ നിൽക്കണത് ഗൈസ്. എന്നെ ഊറ്റി പതുക്കെ ഒരു ഇഷ്ടം പോലെ ഉണ്ട്. സ്റ്റിൽ ദേ ലീവ്. എൻ്റെ പൈസക്ക് ഇപ്പോഴും പുള്ളിക്കാരൻ കുറച്ച് ആൾക്കാർ ജീവിക്കുന്നുണ്ട്. അവരൊക്കെ ജീവിക്കുന്നില്ലേ, എന്തായാലും എന്നെ ഊറ്റാൻ പോകണ്ട. കാരണം ഭയങ്കര സെൽഫ് റെസ്പെക്റ്റ് ഉള്ള മനുഷ്യനാണ്. ഒരാളുടെ അടുത്തുനിന്ന് അങ്ങനെ ഊറ്റി ജീവിക്കുക അങ്ങനെ ഒന്നും ചെയ്യൂല. ആൻഡ് നാളെ എനിക്കൊരാവശ്യം വന്നാൽ എൻ്റെ കാലം മുന്നേ പോണതിന് മുമ്പേ ഈ കാലം ആദ്യം എത്തും എന്നെനിക്കറിയാം. ആ ഒരു വിശ്വാസം ഉണ്ട്, ആ ഉറപ്പുണ്ട്. പിന്നെ കുറച്ച് പേര് പറഞ്ഞപ്പോട്ടാ ഞാൻ എടുത്ത തീരുമാനം തെറ്റാണ്, ഇതല്ല തീരുമാനമാണ്. യെസ്, നമുക്ക് ആരുടെ ലൈഫും നമുക്ക് പ്രഡിക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റൂല. ഇപ്പം ഇന്ന് നിങ്ങളിപ്പം നല്ലൊരു ഫാമിലി ലൈഫിൽ നിന്നിട്ടാണ് ഈ കമന്റ് ഉണ്ടെങ്കിൽ ഒരാഴ്ച നിങ്ങൾ ഡിവോഴ്സ് ആവാൻ വേണമെന്നുണ്ടെങ്കിൽ അത് നമുക്ക് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റൂല. ഒരാളുടെ ലൈഫും പ്രഡിക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റൂല. സോ ഞങ്ങൾ വിശ്വസിക്കുന്നത് നമ്മുടെ ലൈഫ് എന്ന് വെച്ചാൽ അതങ്ങനെ പോട്ടെ, കാലം തെളിയിക്കട്ടെ. തെറ്റാണോ ശരിയാണോ എന്നുള്ളത് കാലം തെളിയിക്കട്ടെ. ഇനി ഫ്യൂച്ചർ ആലോചിച്ച് ടെൻഷൻ അടിക്കാൻ വയ്യ. അങ്ങനെ അതിൻ്റെ ആവശ്യമില്ല. ഈ നിമിഷം നമ്മൾ ഒരുമിച്ച് സന്തോഷത്തോടെ ജീവിച്ച് മുമ്പോട്ട് പോകും, അത്രേ ഉള്ളൂ. ആൻഡ് പിന്നെ എനിക്ക് പറയാനുള്ള കാര്യം, എനിക്ക് ഇനിയിപ്പം എൻ്റെ ഹസ്ബൻഡ് ആയതുകൊണ്ടും ഞാൻ കല്യാണം കഴിക്കാൻ പോകുന്ന ആളായതുകൊണ്ട് കുത്തിപ്പൊക്കലുകൾ ഒരുപാടുണ്ടാകും. ടിക്ടോക്കിൽ പണ്ട് അങ്ങനെ ചെയ്തു, ടിക്ടോക്കിൽ ഹായ് കാണിച്ചു, ടിക്ടോക്കിൽ ഡാൻസ് ഇട്ടു എന്നൊക്കെ പറഞ്ഞ് കുറേ പേര്. അപ്പം ഞാൻ പറയുന്നത് 2026 മുതലുള്ള കാര്യങ്ങൾക്ക് നമുക്ക് സംസാരിക്കാം. ഈ കഴിഞ്ഞ അപ്പു ജനിച്ച കാലം മുതലുള്ള 1998 മുതലുള്ള കാര്യങ്ങളൊന്നും എനിക്കിവിടെ ചർച്ച ചെയ്യാൻ എനിക്കൊരു താല്പര്യമില്ല. ഞങ്ങൾക്ക് ആഗ്രഹം, ഞങ്ങൾ ഇനി അങ്ങോട്ട് ഒരുമിച്ച് സന്തോഷത്തോടെ ജീവിച്ചു പോവാം. പിന്നെ ലോകത്തിൽ ആദ്യമായിട്ടാണ് ഒരു പെൺകുട്ടി ഡിവോഴ്സ്ഡ് ആയിട്ടുള്ള ഒരാളെ കല്യാണം കഴിക്കുന്നെന്നുണ്ടെങ്കിൽ ഒരു ഗ്യാങ് ചേർന്ന് ഞങ്ങൾക്കുള്ള അവാർഡ് തരണം, ക്യാഷ് പ്രൈസ് കൂടെ തരണം പ്ലീസ്. ഓക്കെ അല്ലേ? മോസ്റ്റ് പോപ്പുലർ കപ്പിൾസ്, ട്രെൻഡിങ് കപ്പിൾസ് എന്നുള്ള അവാർഡ് കൂടെ ഞങ്ങൾക്ക് തരണം. അപ്പം അത്രേ ഉള്ളൂ. അപ്പം അല്ലേ, ഓൾമോസ്റ്റ് എല്ലാം പറഞ്ഞില്ലേ? അപ്പം ഇതാണ് നമ്മുടെ സ്റ്റോറി എന്ന് പറയുന്നത്. ആൻഡ് യെസ്, വി ആർ ഗെറ്റിംഗ് മാരീഡ് സൂൺ. ഓക്കെ, അപ്പം അത്രേ ഉള്ളൂ. അപ്പം ഞങ്ങൾ തുടങ്ങി വെച്ചാൽ ഞങ്ങളൊരു പുതിയ ജീവിതം എന്നുള്ള രീതിയിലാണ് തുടങ്ങിയത്. ഞാനും എൻ്റെ ലൈഫിൽ ഞാൻ ഒരുപാട് മുറിവുകൾ ഉണ്ടായിട്ടുള്ള ഒരാളാണ് എനിക്ക്. അത് പുള്ളിക്കാരനറിയാം, പുള്ളിക്കാരൻ കണ്ടിട്ടുമുണ്ട്. ആൻഡ് പുള്ളിക്കാരൻ്റെ ലൈഫിൽ ഒരുപാട് മുറിവുകളുണ്ടായിരുന്നു. ഞാൻ കണ്ടിട്ടില്ല, കാരണം പുള്ളിക്കാരൻ പറഞ്ഞിട്ടില്ല, ഞാൻ അറിഞ്ഞിട്ടില്ല. അപ്പം അതുകൊണ്ട് ആ മുറിവുകൾ പരസ്പരം ഉണക്കിയവരാണ് ഞങ്ങൾ. അല്ലേ, ഉണങ്ങിയില്ലേ പൊന്നെ? തീർച്ചയായിട്ടും ആ മുറിവുകൾ അതല്ലേ എപ്പോഴും പുതിയൊരു ലൈഫാണ്. അതിന് എത്ര മനോഹരാക്കാൻ പറ്റും അത്രയും മനോഹരാക്കും. യെസ്, അത്രയും അടിപൊളിയാക്കാൻ പറ്റും, അത്ര അടിപൊളി. കാരണം ഇപ്പോൾ പാസ്റ്റ് ആലോചിച്ച് നമ്മൾ സങ്കടപ്പെട്ടിരുന്ന കാര്യമില്ല. കാരണം പ്രസന്റ് ആര് ജീവിക്കും അന്നും ആലോചിച്ച് നോക്കുക. പിന്നെ എപ്പോഴും ശ്രദ്ധിക്കാനുള്ള കാര്യം, നമ്മൾ നമ്മളുടെ ജീവിതം നോക്കുക, ജീവിതം ജീവിക്കുക എന്നുള്ളതാണ്. കാരണം നമ്മളെ ജീവിതം ജീവിക്കാൻ മറ്റുള്ളവർക്ക് പറ്റൂല. എനിക്ക് എൻ്റെ ജീവിതം ജീവിക്കാനും പുള്ളിക്ക് പുള്ളിയുടെ ജീവിതം ജീവിക്കാനേ പറ്റുള്ളൂ. പിന്നെ ഇത്രയൊക്കെ ഉള്ളൂ ഗൈസ്. പിന്നെ എനിക്ക് ഡിറ്റക്റ്റീവ് ടീം കുറച്ച് പേരുണ്ട്. അവരുടെ അടുത്ത് പറയുന്നത്, നമ്മളെ ഈ കേരളത്തിൽ ഒരുപാട് തെളിയിക്കാതെ കിടക്കണ കേസുകളുണ്ട്. അതൊക്കെ നിങ്ങൾ തെളിയിക്കാൻ നിൽക്കരുത്, കാരണം അത് ഫ്ലോപ്പായി പോവും. കാരണം അല്ലേ, അമ്മാതിരി മറ്റേ കബഡി നിരത്തിയ ടീമുകളെ കൊണ്ട്. അതുകൊണ്ട് നിങ്ങൾ ദയവ് ചെയ്ത് ഇങ്ങനത്തെ കാര്യങ്ങൾ പറഞ്ഞു നടന്നാൽ മതി. നിങ്ങൾ ഒരു ഡിക്റ്റേറ്റീവ് പണിക്ക് പോകരുത്. ആ ടൈറ്റിലൊക്കെ കാണുമ്പോഴാണ് അതിശയം, അത് കണ്ടോ ഇത് കണ്ടോ, അവരെ ഉത്തരം കണ്ടോ ഇവരെ. അങ്ങനെയല്ല, ഗ്ലാമി ഗംഗയുടെ ഭാവി വരന്റെ തല കണ്ടാൽ നിങ്ങൾ ഞെട്ടും. കാലിന്റെ ഉള്ളിൽ ഒരു വലിയ കനൽ എന്നൊക്കെ ഭഗവാൻ, എന്താ ഇത്, എന്താ? സോ അത്രേ ഉള്ളൂ. ആൻഡ് പിന്നെ ഒരു കാര്യം ഗൈസ്, ഞങ്ങൾ ട്രിവാൻഡ്രം ബാലരാമപുരം ഉച്ചക്കട തിരുവനന്തപുരം കരിക്കുഴി ഞങ്ങൾ ഇങ്ങനെയാണ് സംസാരിക്കണം. ഞാൻ ഇങ്ങനെയാണ്, അവൻ ഇങ്ങനെയാണ്. ഞങ്ങൾ പരസ്പരം അക്സെപ്റ്റ് ചെയ്ത് മുമ്പോട്ട് പോകുന്ന ആൾക്കാരാണ്. എൻ്റെ സംസാരം, ഞാൻ ഈ കൊണ്ണി ഏരിയയിലാണ്, ഞാൻ കാട്ടുമുക്കിലാണ് ജീവിക്കുന്നത്. അപ്പം എൻ്റെ സംസാരം ഇങ്ങനെയായിരിക്കും. പുള്ളിക്കാരൻ നാട്ടിലെ സംസാരം. ഇതാർക്കും വേണ്ടിയിട്ട് നീ എൻ്റെ വീട്ടുകാരുടെ മുമ്പിൽ സംസാരിക്കുമ്പോൾ എന്താ ഇത് എന്ന് പറയരുത്, ഓക്കെ? എന്നൊന്നും പറഞ്ഞാൽ പറ്റൂല, ഞാൻ എന്താന്ന് പറയും, ഓക്കെ? സോ അപ്പം അത്രേ ഉള്ളൂ ഗൈസ്. അപ്പം നമുക്ക് അടുത്തൊരു വീഡിയോ കാണുന്നവരെ. അല്ലേ, ഇത്രയല്ലേ ഉള്ളൂ, പൊന്നു എന്തായാലും പറയണ്ട. എല്ലാവർക്കും മനസ്സിലായി കാണും അല്ലേ? ഓക്കെ, അപ്പം ഇത്രയേ ഉള്ളൂ ഗൈസ്. അപ്പം നമ്മൾ ഇത്രയൊക്കെ ഉള്ളൂ, നമ്മുടെ കാര്യം ഇങ്ങനെയൊക്കെയാണ്. അപ്പം
നമ്മൾ അങ്ങോട്ടും ഇനി അങ്ങോട്ടും ഒരുമിച്ചുണ്ടാവും. പിന്നെ ഞാൻ എടുത്ത തീരുമാനം തെറ്റാണ് അങ്ങനെയൊക്കെ പറഞ്ഞു, കുഴപ്പമില്ല ഗൈസ്, വാട്ട് എവർ ഇറ്റ് ഈസ്, എന്ത് ഭാവിയിലൊന്നല്ല ഞാൻ ഫേസ് ചെയ്യാൻ റെഡിയാണ്. എപ്പോഴും നിങ്ങൾ പറയണം തീയിൽ കുരുത്താണ് വെയിലത്ത് പാടില്ല. വെയിലത്ത് ഞാൻ തലവേനയൊക്കെ ഒന്ന് കിടപ്പിലാവുന്നേ ഉള്ളൂ, അല്ലാതെ ഇമാരിച്ച സാധനത്തിനൊന്നും ഞാൻ പാടാൻ പോകണില്ല. സോ അപ്പം അത്രേ ഉള്ളൂ. ആൻഡ് എനിക്ക് ഇന്നേ വരെ ഒരു PR ടീമില്ല. പക്ഷെ ആദ്യമായിട്ടാണ് എനിക്ക് PR ടീം പോലും വേണ്ടെന്ന് എനിക്ക് തോന്നിപ്പോയി. കാരണം ആ PRന് കൊടുക്കുന്ന പൈസ എനിക്ക് 2 പേരെ കാര്യങ്ങൾ നോക്കാൻ എൻ്റെ കുടുംബത്തിൽ. അപ്പം അതുകൊണ്ട് എനിക്കല്ലേ താങ്ക് യു സോ മച്ച്, ലവ് യു ഗൈസ്. അപ്പം അത്രേ ഉള്ളൂ. നമുക്ക് അടുത്തൊരു വീഡിയോ കാണുന്നവരെ ടാറ്റ ബൈ ബൈ.